കൂട്ടുകാരി. നമ്മുടെ ഇന്നത്തെ നിർദ്ദിഷ്ടമായിട്ടുള്ള വിഷയം നമ്മൾ നടന്ന വഴികൾ. എവിടെയാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്, അവസാനിപ്പിക്കേണ്ടതെന്നല്ല. ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അടുത്ത വാചകം തുടങ്ങാനാണല്ലോ എന്ന് അറിയാത്ത അത്രയും വിശാലമായ ഒരു വിഷയം ആണ്. പക്ഷെ എനിക്കതിലൊരു വിഷമമുള്ളത്, നമ്മൾ നടന്ന വഴികളെക്കുറിച്ച് എനിക്കെന്താ പറയാൻ പറ്റുക? എനിക്ക് ഞാൻ നടന്ന വഴികളെക്കുറിച്ച് തന്നെ മുഴുവൻ പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ നടന്നു പോന്നിട്ടുള്ള വഴികളെക്കുറിച്ച് പറയാൻ ശ്രമിക്കാം. നമ്മൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം വ്യാപിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലാത്തൊരു വിഷമം. അതുകൊണ്ട് ഞാൻ വളരെ പരിമിതമായ രീതിയിൽ, പരിമിതമായ തോതിൽ ഞാൻ നടന്ന വഴികളെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. അത് തന്നെ ബുദ്ധിമുട്ടെന്താ അറിയാമോ? ഞാനിപ്പോൾ കഴിഞ്ഞൊരു എല്ലാം ഓറായി ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ ജീവചരിത്രം എഴുതുന്നു, ആത്മകഥ എഴുതുന്നു എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോന്നിട്ടുള്ള വഴിയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൊള്ളുന്ന ചില കാൽപ്പാടുകൾ ഞാൻ അതിന് ഒരു ശീർഷകം കൊടുത്തിരിക്കുന്നത് തന്നെ കനൽ ചുവടുകൾ എന്നാണ്. കനൽ ചുവടുകൾ. എൻ്റെ ആത്മകഥ എന്ന് വിശേഷിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പേരിട്ടിട്ടുള്ളത് കനൽ ചുവടുകൾ എന്നാണ്. അപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ചുവടുകളിൽ, കാൽപ്പാടുകളിലൊക്കെ ഇപ്പോഴും കനലുണ്ടെന്ന് തോന്നുക. എൻ്റെ കാലിൻ്റെ അടിയിൽ ഇപ്പോഴും പൊള്ളുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ. അങ്ങനെയുള്ള കനൽ പാതയിലൂടെ അല്ലെങ്കിൽ കനൽ ചുവടുകൾ വെച്ചിട്ടാണ് ഞാനിവിടെ എത്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് സാരം. അതിൻ്റെ 54-55ഓളം അധ്യായങ്ങൾ ഏതാണ്ട് രൂപപ്പെട്ട് എഴുതി കഴിഞ്ഞു. ഇനിയൊരു 10-35 ടോപ്പിക്സ് കൂടി എഴുതി വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ വന്നുകൂടായികയില്ല. പക്ഷേ ആസ് എ ടെസ്റ്റ് അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ 55-ഉം 35-ഉം 90 എനിക്കും 90 ചിലപ്പോൾ 92-ഓ 100-ലേക്കൊക്കെ ചിലപ്പോൾ 3-4 അധ്യായത്തിനോടൊക്കെയുള്ള വകകൾ ഉണ്ടാവും. എങ്ങനെയായാലും 90 എന്നുള്ള ഒരു പോയിന്റിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് സാരം. അത് മുഴുവനൊന്നും പറയാൻ പറ്റില്ലല്ലോ. മുഴുവനെന്നും പറയുന്നത് ഒരു പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഒരു വിഷമം ചെയ്യുക ഈ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ജീവചരിത്രം ആത്മകഥ എന്നൊക്കെ പറയുന്നുള്ള ബുദ്ധിമുട്ട് അത് മറ്റൊരു സഹൃദയന്, വായനക്കാരനായ ഒരു വായനക്കാരന് അതിൽ എന്ത് താല്പര്യം.
എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരാൾക്ക് എന്ത് താല്പര്യമാണ് അതിലുണ്ടാവുക. നീ എന്താണ് ഉള്ളത്? ഒന്നുമില്ലാതെ വെറുതെ ഇയാൾ അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജീവിത കഥയ്ക്കോ അല്ലെങ്കിൽ ആത്മകഥയ്ക്കോ എൻ്റെ ആത്മകഥയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തിയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മറ്റൊരാൾക്ക് അനുകരിക്കാവുന്ന രീതിയിലൊരു ജീവിതമൊന്നും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിൽ എൻ്റെ ജീവിതത്തിൽ നിന്നെന്തെങ്കിലും ജീവചരിത്രത്തിൽ നിന്ന് ജീവിതകഥയിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചിട്ട് സ്വന്തമായൊരു അതിനുള്ള വകയുണ്ടെന്ന് ഞാൻ സ്വപ്നം കാണുന്ന പോലും ഇല്ല. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. അത് പറഞ്ഞു വയ്ക്കുക. താല്പര്യമുള്ള സുഹൃത്തുക്കൾ കാണട്ടെ, കണ്ടുപോകുകയാണെങ്കിൽ അല്ലെങ്കിൽ വിഷമമൊന്നുമില്ല. എനിക്ക് ഞാൻ പറയാതെ വിട്ടാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എനിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ വിചാരിച്ചിട്ട് എഴുതി വയ്ക്കുക എന്ന് മാത്രമേ ഇതിന് അർത്ഥം ഉള്ളൂ. മറ്റൊരു രസമുള്ള കാര്യം, അതിപ്പോൾ അത് പറയാൻ തോന്നും. ഞാൻ ഈ ജീവിത രേഖയ്ക്ക് കനൽ ചുവടുകൾക്ക് ഒരു ആമുഖം അത് ഈ കുറേ കടന്നിട്ടില്ല. 55 കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആമുഖം വേണമല്ലോ എന്ന് തോന്നിയത്. അത് കുറിച്ച് വെച്ചു. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ഒരു DOB ഇല്ല. DOB എന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, 2 ഡേറ്റ് ഓഫ് ബർത്ത് അഥവാ 3 ഡേറ്റ് ഓഫ് ബർത്താണ്. 2 ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 2 റെക്കോർഡ് ചെയ്ത് കിടക്കുന്ന 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. 2 ഡേറ്റ് ഓഫ് ബർത്ത്, 2 തെറ്റാ. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അവിടെ തുടങ്ങുന്നതെന്ന് അർത്ഥം. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ജന്മ തീയതി എൻ്റെ റെക്കോർഡിലുള്ളതാണ്. എൻ്റെ ആധാരമാണല്ലോ നമ്മുടെ ആധാരം. ഇപ്പോൾ ആധാരമില്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ വിഷമം. ആധാരമാണ് എല്ലാത്തിനും ആധാരമാണ്. ഇന്നലെ ഞാൻ ഈ ഫോൺ ശരിയാക്കാൻ ചെന്നപ്പോൾ ആധാരം എവിടെയെന്നാണ് ചോദിച്ചത്. മറ്റേ ഫോൺ കടയിൽ മനുഷ്യൻ ചോദിച്ചത് ആധാരമാണ് എവിടെയെന്നാണ്. അപ്പോൾ എൻ്റെ ഫോൺ നല്ല കാലത്തിന് എൻ്റെ ഫോണിൽ അതിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അവർക്ക് കാണിലോട്ടോ സമാധാനം. നമ്മുടെ ഫോണിൻ്റെ ആൾക്കാരുടെ അത് പറഞ്ഞപ്പോൾ അവർക്കത് തുറക്കാൻ തന്നെ അറിയില്ല. എൻ്റെ ഫോൺ കൊടുത്തിട്ട് അവർക്കത് തുറക്കാൻ പറ്റുന്നില്ല. ഫോണ് എനിക്ക് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടേ കൊടുത്തതാണ്. അവർക്കത് തുറക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാനത് നോക്കിയതിൻ്റെ അത് സാറ് ഇത് എവിടുന്നാണ് വാങ്ങിയത്? ഒട്ടകാലത്ത് ഞാൻ അമേരിക്കയിൽ പോയിരുന്നു, അവിടുന്ന് വാങ്ങി. അവിടെ തന്നെ കൊണ്ട കൊടുക്കേണ്ടി വരുമോ? ഇത് തുറക്കാനേ അത് സിം ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് വോഡഫോണിൻ്റെ കടയിൽ അവരുടെ ആദ്യ ഒഫീഷ്യൽ സ്റ്റാഫ് സംവിധാനത്തിലാണ് പോയത്. അവിടെ ചെന്നിട്ടാണ് അയാൾ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. എവിടുന്ന് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുകൊടുക്കും. ഞാൻ അമേരിക്ക കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് കുട്ടികൾ വാങ്ങി തന്നുള്ള സാധനമാണ്. അത് തുറക്കണം. ഇവിടെ തുറക്കാൻ പറ്റില്ല. അത് കണ്ടാൽ അതൊന്നും ശ്രദ്ധിക്കണം. അതൊന്നും നോക്കി അത് പരിചയമില്ലാത്താണെങ്കിൽ അതിന് മുകളിൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടോ നോക്കണ്ടേ. അതിന് മുകളിൽ ശരിക്കും ആരോ മാർക്സ് ഉണ്ട്. അവിടെ എല്ലായിടത്തും ആരോ മാർക്ക് ഉണ്ട്. അവിടെ ആ ആരോ മാർക്കൊക്കെ തൊട്ടാൽ അത് പോരും. അങ്ങനെ നോക്കിയിട്ട് ആരോ മാർക്കൊക്കെ തൊട്ടോ ആരോ മാർക്കിലൊക്കെ പ്രസ് ചെയ്ത് ഒരു കൊടുത്തു. അതിങ്ങനെ തുറക്കാൻ പറ്റുമല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിനർത്ഥം. പിന്നെ അവിടേക്കൊക്കെ പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും നമ്മൾ ജനനത്തീയതിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. എൻ്റെ ആധാരത്തിലുള്ള ജനന തീയതി, ആധാരത്തിൽ പിന്നെ വേറൊരു കാർഡില്ലേ നമ്മൾ തൂക്കാൻ പിടിക്കുന്ന കാർഡ്, പാൻ കാർഡ്, അതിൽ ഒക്കെ ഉള്ള ജനന തീയതി
15/9/33, 1933. അപ്പോൾ എത്ര വർഷമായി? 100ആവാൻ ഒരു 2-3 അടിയും കൂടി വെച്ചാൽ 100ആയി. പക്ഷെ പൊതുവെ എല്ലാവരും അറിയുന്ന, അല്ലെങ്കിൽ പൊതുവെ അംഗീകരിച്ച നമ്മൾ പറയാറുള്ളത് 15/9/35. 15/9/35 സാധാരണ പറയാം. ഇതിലേതാ ശരിയെന്ന് ചോദിച്ചാൽ ആരോടൊപ്പം ചോദിക്കുക? എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ അമ്മയോട് മാത്രമായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് അത്ര ഭംഗിയായിട്ട് ഓർമ്മയില്ല. എന്നെ കുളിപ്പിക്കും, കുളിപ്പിച്ചിട്ട് പട്ടുകോൺ കൊടുപ്പിക്കും. എന്നിട്ട് ഈ അലക്കി പൂവിട്ടിട്ടുള്ള പാവമുണ്ട്, മനസ്സിലാവുള്ളൂ ആർക്കെങ്കിലും? കാലത്തേക്ക് ആർക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ ചോദിച്ചത്. പൂവിട്ട പാവമുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ എന്താണ് ആ സാധനം? അലക്കി പൂവിട്ട പാവം കൊണ്ട് കൊടുപ്പിക്കും. ഗണപതിക്ക് വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇല വെച്ചിട്ട് വലത്തുവശത്ത് എൻ്റെ അയൽവക്കത്തെ കൂട്ടുകാരനെ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് ഇല വെച്ചിട്ട് കൊണ്ടുതരും. അത് ഞാൻ 18-ാമത്തെ വയസ്സിൽ നാട് വിട്ടിരിക്കുന്നു. വീട് നാടുമൊക്കെ വിട്ട് പോയിരുന്നു. അതുവരെ അമ്മ എൻ്റെ പിറന്നാളിന് ചോറുണ്ടി തന്നിട്ടുണ്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എന്നെ കുളിപ്പിക്കാറില്ല, 10 ഓണം ഒളിപ്പിക്കാറില്ല എന്നൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ മറ്റുള്ള ചടങ്ങുകളൊക്കെ അങ്ങനെ അമ്മ എൻ്റെ പിറന്നാൾ എന്നെ എനിക്ക് ഓർമ്മ തന്നിട്ടുണ്ട്. ഇത് ഇത്ര വിസ്തരിക്കാൻ കാരണം എന്താ അറിയാമോ? അമ്മയ്ക്ക് തെറ്റില്ലല്ലോ. ആ കാര്യത്തിൽ അമ്മയ്ക്ക് തെറ്റില്ല. അമ്മ എൻ്റെ പിറന്നാൾ എന്നെ ഊട്ടിയിട്ടുള്ളത് കന്നിമാസത്തിലെ രോഹിണിയാണ്. കന്നിമാസത്തിലെ രോഹിണി 15/9/33 15/9/33 15/9/35 കന്നിമാസത്തിലെ രോഹിണിയല്ല. പഴയ പഞ്ചാംഗത്തിന് നമുക്ക് കമ്പ്യൂട്ടർ ഫോണിൽ കിട്ടില്ലേ? അല്ല, രണ്ടും തെറ്റാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ആ കാലത്ത് എൻ്റെ കുഗ്രാമത്തിൽ, ഞാൻ ജനിച്ചു വളർന്ന കുഗ്രാമത്തിൽ അടുത്തുള്ള സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ, എലിമെൻ്ററി സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ നടന്നാൽ മതി. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അപ്പുറത്തുള്ള ഹയർ എലിമെൻ്ററി സ്കൂളിലേക്ക് 2 കിലോമീറ്ററോളം നടക്കണം. പിന്നെ ഹൈസ്കൂളിലെത്തണമെങ്കിൽ 8 കിലോമീറ്റർ നടക്കണം. അങ്ങനെയാണ് എൻ്റെ കുഗ്രാമത്തിൻ്റെ. 8 കിലോമീറ്റർ നടക്കണം. 8 കിലോമീറ്റർ ദൂരെ എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ ദൂരെ എന്നല്ല, 8 കിലോമീറ്റർ നടക്കണം തന്നെയാണ്. ചെത്ത് വഴി പോലും ഇല്ല. കുണ്ടൻകട്ട വഴികളും പാടവും കുണ്ടൻകട്ട വഴികളും പറമ്പും കയറി ഇറങ്ങി എത്തിയാലേ ഹൈസ്കൂളിലേക്ക് എത്തുള്ളൂ. 8 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്നിട്ടാണ്. അതൊക്കെ വേറെ അധ്യായങ്ങളാണ്. ഇവിടെ വരേണ്ടതല്ല. ഇപ്പോൾ സൂചിപ്പിച്ചു വന്നത്, അമ്മ എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് എൻ്റെ ജന്മദിനം കന്നിമാസത്തിലെ രോഹിണിയാണ്. കന്നിമാസത്തിലെ രോഹിണി ഈ 2 ദിവസങ്ങളിൽ 2 രേഖപ്പെടുത്തി കിടക്കുന്ന 2 ഡേറ്റ് ഓഫ് ബർത്ത് ജന്മ തീയതികൾ 15/9/33 15/9/35 കന്നിമാസത്തിലെ രോഹിണിയല്ല. അപ്പോൾ അവിടുന്ന് സ്കൂളിലേക്ക് എത്തിയത് എന്താ കാരണം എന്നറിയാമോ? സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന സമയത്ത് ഇതിപ്പോൾ അടുത്ത വീട്ടിൽ കുട്ടികളാരെങ്കിലും കുറച്ച് മുതിർന്ന കുട്ടികളാരെങ്കിലും സ്കൂളിലേക്ക് പോകേണ്ടി അവരുടെ കൂടെ പറഞ്ഞയക്കുക സ്കൂളിലേക്ക്. അതല്ലാതെ ആരെ കൊണ്ടേ ചേർക്കുന്നത്? പിന്നെ അന്ന് ഈ മറ്റേ ജനന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ജനിച്ചു എന്നുള്ളതിന് ഇപ്പോൾ തെളിവ് ജനിച്ചു തന്നെയാണ്. ആൾ തന്നെയാണ് ജനിച്ചു എന്നുള്ളതിന് തെളിവ്. വേറൊരു സർട്ടിഫിക്കറ്റ് ആ കാലത്ത് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഏതായാലും ഞാൻ സർട്ടിഫിക്കറ്റ് ഇല്ല, എനിക്ക് ജാതകം തന്നെ ഇല്ല.
ജാതകം എന്നല്ലേ നമ്മൾ പറയാം, വേറൊരു ഇത് പറയാറ് ജാതകം എഴുതിയിട്ടുണ്ട്, ജാതകം അങ്ങനെ സാധനമേ, അങ്ങനെ ഒരു സാധനമില്ല. ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, എൻ്റെ ഭാര്യയ്ക്കുമില്ല. എൻ്റെ ഭാര്യയ്ക്കും ജാതകം ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. എനിക്ക് ആവശ്യമില്ല, എനിക്കങ്ങനെ സാധനം തന്നെ ആവശ്യമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ ഇത് നിങ്ങളൊക്കെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള തെളിവ്. പിന്നെ ഞാൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് വേറെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ജാതകം എന്ന് പറഞ്ഞ സാധനമില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, അങ്ങനെ ശൂന്യതയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എന്നർത്ഥം. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കില്ല. ഇപ്പം എനിക്ക് കുറച്ച് ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ഒരു ഓർഡറൊന്നും ഇല്ല എന്ന് വന്നുകൂടെ ഇല്ല കേട്ടോ. ഒരു പ്രശ്നമൊന്നും നിന്ന് സംസാരിക്കല്ലേ. കുറച്ച് സംസാരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ 90,000 കുഴപ്പമാവാം. കോളേജിൽ ക്ലാസ്സിൽ നിന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് ധർമ്മരാജ് പറയും. ഞാൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിച്ചിരുന്നില്ല ഇല്ലല്ലോ. അത് രണ്ടാവറ ക്ലാസ്സൊക്കെ ഒരുമിച്ച് പതിവുണ്ട്. സ്പെഷ്യൽ ക്ലാസ് ആകുമ്പോൾ ചിലപ്പോൾ 2 hour 3 hour ഒരുമിച്ച് പതിവുണ്ട്. അതിനിടയ്ക്കൊന്നും വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമുക്ക് അധികം സംസാരിക്കുമ്പോൾ, പുറത്ത് സംസാരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ കൊള്ളാം തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് 90 തനിക്ക് കേട്ടോ. ഞാൻ അടുത്ത കാലത്ത് എഴുതിയൊരു കവിതയിൽ അങ്ങനെ ഒരു വരിയുണ്ട്. എഴുത്തിനെ കുറിച്ചും കൂടി പറയണമല്ലോ അല്ലേ. ഞാനത് ഇപ്രാവശ്യം മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ അമേരിക്കയിൽ പോയത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഇതെന്നത് ഒരു ചെറിയ കൊച്ചു കവിതയ്ക്ക് വകയുണ്ടല്ലോ 90 എന്നുള്ളത്. ഒരു ചെറിയ കവിത കഴിഞ്ഞ ഏപ്രിൽ അവസാനം മെയ് ആയിട്ടാണ് എഴുതിയത്. അത് ഒരു മാതൃകയായിട്ട് കൊടുക്കാൻ തോന്നി. അത് ജൂണിലേതോ ജൂൺ ഫസ്റ്റ് വീക്കിലെ ലക്കത്തിലത് വന്നിട്ടുണ്ട്. സൂചിപ്പിച്ചത് 90ൻ്റെ വിഷമമാലി സുഖമാവാം വെള്ളം കുടിച്ചത്. ഇത് കഥയിലേക്ക് പോവാ. എന്നാ വഴി മാറിയത്? ഡേറ്റ് ഓഫ് ബർത്ത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ക്ലാസ് വിട്ട് തരുന്നത്. ധർമ്മരാജ് പറഞ്ഞ് വേറെ ചിലപ്പോൾ വേറെ പിള്ളേരിലേക്ക് ഉണ്ടാവും. നമ്മൾ എവിടുന്നാ തുടങ്ങി എവിടെയാണ് തുടങ്ങിയത് തിരിച്ചു പോകും, അവിടുന്ന് ആദ്യം നോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് എന്നിങ്ങനെ ഓർക്കുന്നു. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അനിശ്ചിതത്വം, എവിടെ നിന്നാണ് കൃത്യമായിട്ട് തുടങ്ങിയത് എന്ന് എവിടുന്ന് തുടങ്ങിയാലും എനിക്ക് വിഷമമില്ല. ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഉറപ്പാണല്ലോ. 33 തുടങ്ങിയാലും കുഴപ്പമില്ല, 35 തുടങ്ങിയാലും കുഴപ്പമില്ല. രണ്ടിലും അല്ലാണ്ട് ഈ 15-9 അല്ലാണ്ട് ഈ രണ്ട് കൊല്ലത്തിൽ വേറെ അവിടെ തുടങ്ങിയാലും കുഴപ്പമില്ല. എവിടെയായാലും ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അതിന് കാരണം സ്കൂളിലേക്ക് അന്ന് പറഞ്ഞയക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ വഴി മാറിയത്. അടുത്ത വീട്ടിലെ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂടെയാണ് പറഞ്ഞയക്കുക. അവിടെ ചെന്നാൽ ഹെഡ് മാഷൊക്കെ അല്ലെങ്കിൽ സ്കൂളിലെ മാഷന്മാർക്ക് നമ്മൾ 5 വയസ്സായിട്ടുണ്ടാവും. കുട്ടികൾ സ്കൂളിലേക്ക് അയച്ചിരിക്കുകയല്ലേ. അപ്പോൾ എന്താണ് ഏത് കൊല്ലം ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ടത്? ഈ കുട്ടിക്ക് എന്താ പറയാൻ പറ്റുക? പോയ എനിക്കെന്താ അല്ലെങ്കിൽ ചേരാൻ
കോളേജിൽ അല്ല സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെല്ലുന്ന കുട്ടിക്ക് എന്താ പറയാൻ പറ്റുക? കൊണ്ടുപോയ കുട്ടിക്ക് എന്താ പറയാൻ പറ്റുക? മാസ്റ്റർക്ക് തോന്നിയത് ഒന്നാം ക്ലാസ്സിൽ ചേർക്കേണ്ട കുട്ടിയെ മാസ്റ്റർക്ക് ചേർത്ത് അപ്പം എന്താ പെണ്ണെടുക്കുമ്പോൾ തോന്നിട്ട് അത് എഴുതിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് കുട്ടിയെ അഡ്മിറ്റ് ചെയ്യും. കുട്ടിയുടെ എഴുതി തലപ്പൊടി അതാവുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അന്നും നടന്നു വന്നിരുന്നത്. ആ കാലങ്ങളിൽ നടന്നു വന്നിരുന്നത്. ഒരു പക്ഷേ എൻ്റെ നാട്ടിലെങ്കിലും അങ്ങനെ ആയിരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല സാക്ഷ്യം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് എന്ന് സാർ. അപ്പോൾ നമ്മൾ ഒരു തുടക്കത്തിലെത്തി. ഞാൻ മറ്റു വശങ്ങളൊന്നും പറയാണ്ടായി. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഈ ഹൈസ്കൂളുകളുടെ ദൂരം പറഞ്ഞില്ലേ, ഈ 2-3 കൊല്ലം 2-3 കൊല്ലത്തെ നടത്തം, കുന്നും പാടവും കുന്നും ഇടവഴിയും ഉള്ള താണ്ടിയിട്ടുള്ള ഈ നടത്തമാണ് ഒരു പക്ഷേ എൻ്റെ എല്ലുകൾക്ക് ബലമുണ്ടാക്കിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. എൻ്റെ എല്ല് നല്ല ബലമുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പെട്ടെന്നൊന്നും പൊരിഞ്ഞ് വീഴില്ല. ഒരു കാറ്റടിച്ചാലൊന്നും ഞാൻ തളർന്ന് വീഴില്ല, യാതൊരു സംശയമില്ല. അതിൻ്റെ അടിത്തറ ഒരു പക്ഷേ ഈ നടത്തം. കാലത്ത് ഒരു 7-8 മണിയാകുമ്പോൾ നടന്നാലല്ലേ സ്കൂളിലെത്തുള്ളൂ. അത് കാലത്ത് 8 മണിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ കാലത്ത് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ മുത്തശ്ശി പൂവപ്പറത്തുണ്ടെന്ന് വെച്ചിട്ട് അമ്പലത്തിൽ മാല കെട്ടി വെച്ച് അന്നത്തേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോവാം. അല്ലാതെ കുളിച്ച് അമ്പലത്തിൽ പോലും അല്ല, കാലത്ത് നേരത്തെ ഒരുങ്ങിയ സ്കൂളിൽ പോലെയല്ല. കാലത്ത് എനിക്ക് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാം. തിരിച്ചു വന്നാൽ ഇതേപോലെ ബന്ധപ്പെട്ട ജോലികൾ വേറെ ഉണ്ടാവും. അതിൻ്റെ ഒക്കെ കൂടെയാണ് ഈ നടപ്പ് കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിച്ചിരുന്നത്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മാത്രമല്ല, വേറൊരു ദിവസം എത്ര പേർക്ക് ബോധ്യമുണ്ടാവും. ഈ 8ാം ക്ലാസ്സിൽ ESLC പബ്ലിക് എക്സാമിനേഷൻ ആയിരുന്നു. പബ്ലിക് എക്സാമിനേഷൻ ESLC പബ്ലിക് എക്സാമിനേഷനാണ്. സ്കൂൾ എക്സാം ഇല്ല, പബ്ലിക് എക്സാമാണ്. ഫുൾ പൊതുപരീക്ഷയാണ്. അത് നമ്മുടെ ഇന്നത്തെ പബ്ലിക് എക്സാം എന്ന് പറയുന്നില്ലേ, SSLC ഒക്കെ സെയിം മെത്തേഡ് പബ്ലിക് എക്സാമാണ്. ESLC എക്സാം 8ാം ക്ലാസ് ESLC, അതും വേറെ ദിവസമുണ്ട്. 8ാം ക്ലാസ്സിലെ ESLC പബ്ലിക് എക്സാം വിത്ത് ഇംഗ്ലീഷ് ആൻഡ് വിതൗട്ട് ഇംഗ്ലീഷ് ഉണ്ട്. വിത്ത് ഇംഗ്ലീഷ് ആൻഡ് വിതൗട്ട് ഇംഗ്ലീഷ്. വിതൗട്ട് ഇംഗ്ലീഷ് പാസ്സായാൽ 3rd ഫോമിൽ ചേർക്കാൻ പറ്റും. ഹൈസ്കൂൾ ക്ലാസ്സിൽ 3rd ഫോമിൽ ചേർക്കാൻ പറ്റുള്ളൂ. വിത്ത് ഇംഗ്ലീഷ് പാസ്സായാൽ 4th അഡ്മിഷൻ കിട്ടും. ഞാൻ 4th അഡ്മിഷൻ വാങ്ങിയവനാണ്. 4th അഡ്മിഷൻ വാങ്ങിയവനാണ്. 3rd ഫോമിൽ പോയി ചേർന്നിട്ട് ഒരാഴ്ച ഞാൻ 3rd ഫോമിൽ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? റിസൾട്ട് വരാൻ വൈകി. ESLCയുടെ റിസൾട്ട് വരാൻ വൈകിയിരിക്കുന്നു. അപ്പോൾ ഹൈസ്കൂളിലെ ക്ലാസ്സസ് തുടങ്ങുന്നു. ഹൈസ്കൂൾ ക്ലാസ്സസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് സീറ്റ് കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടായി. ഞാൻ സ്കൂളിൽ ചെന്നു. കൊണ്ടുപോകാനൊന്നും ആരുമില്ല. ഒക്കെ ഓടി കയറി ചെല്ലി തന്നെയാണ്. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ കയറി ചെന്നു. വിശ്വനാഥ് അയ്യരായിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ. വിശ്വനാഥ് അയ്യർ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ മടങ്ങും. മാഷയുടെ ശിക്ഷാവിധി എന്താ അറിയാമ, കൈ ഇങ്ങനെ മടക്കിയിട്ട് ഊരിയിരിക്കുക. എനിക്ക് അതിന് ഇടി കിട്ടിയിട്ടില്ല, പക്ഷെ ഇടിക്കുന്നതും ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല കൈ ഇങ്ങനെ മടക്കിട്ട് ഇങ്ങനെ ഇടിക്കും. വിശ്വനാഥരെ ഓർത്ത കൈയിൻ്റെ മടക്കി ഇടിക്കുന്നത് കാണുന്നു. ഓർമ്മയാണല്ലോ.
വിശ്വനാഥ് മാഷടുത്ത് ചെന്നിട്ട് ഹെഡ് മാസ്റ്റർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഞാനിങ്ങനെ എൻ്റെ സ്കൂളിൽ ഇവിടെ നിന്ന് വരുന്നു. ആ താൻ പത്മാവതിയുടെ അനിയനാണല്ലേ? ആ അപ്പോൾ എൻ്റെ മൂത്ത ഓപ്പളാണ് പത്മാവതി. പത്മാവതിയുടെ ഓപ്പളും ഇതേപോലെ നടന്ന് പോയി പഠിച്ചിട്ട് ആ കൊല്ലം ഞാൻ ചേട്ടൻ ചെല്ലുന്ന കൊല്ലത്തിൽ അവസാനിപ്പിച്ചിട്ടുള്ളൂ ഓപ്പളെ. ആ പത്മാവതിയുടെ അനിയനാണ് അല്ലേ? എനിക്കറിയാം താൻ എത്ര ദൂരത്താണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ എനിക്കറിയാം, മനസ്സിലാവും. തനിക്ക് എന്താ വേണ്ട? സീറ്റ് വേണം. ഞാൻ സീറ്റ് അതിന് റിസൾട്ട് വരട്ടെ. റിസൾട്ട് വരുമ്പോൾ സീറ്റ് ഇല്ലാതെ ബുദ്ധിമുട്ടാകുന്നത്. ഞാൻ അപ്പോൾ ഇപ്പം എനിക്ക് തേർഡിൽ എടുക്കാൻ പറ്റുള്ളൂ. തേർഡിൽ ഇരിക്കാൻ പറ്റുമോ? ഞാൻ നോളാം. ആ തേർഡ് ഫോമിൽ പോയിരുന്നോളൂ. റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. എന്താണ് റിസൾട്ടിനനുസരിച്ച് നമുക്ക് പുറത്തേക്ക് പോവാം. റിസൾട്ട് വന്നിട്ട് പാസ്സായിട്ടില്ല ശരി. പോയിരുന്നു തേർഡ് ഫോമിൽ പോയിരുന്നിട്ട് ഞാൻ ഒരാഴ്ചയിൽ 5-8 ദിവസം പറ്റോ സംസ്കൃതവും പഠിച്ചു. അന്ന് സർമ്മമാഷ ഉണ്ടായിരുന്നു. സർമ്മമാഷായിരുന്നു സംസ്കൃതം മാഷ മുമ്പിൽ ഇരുന്നിട്ട് രാമ ഹേ രാമോ ഒക്കെ പഠിച്ചു 8 ദിവസം. 5-8 ദിവസം സംസ്കൃത ഹേ രാമ ചെല്ലിയപ്പോൾ തോന്നി എനിക്കിത് പറ്റില്ല, വഴങ്ങില്ല. അത് എൻ്റെ അപ്പോൾ 4th റിസൾട്ട് വന്ന് വിത്ത് ഇംഗ്ലീഷ് പാസ്സായിട്ടുണ്ട്. 4th പോയിരുന്നുള്ള 4th പോയിരുന്നു. കുട്ടികളൊക്കെ എൻ്റെ ഒരുമിച്ചിരുന്ന കുട്ടികളൊക്കെ വരുന്നത് 7 വന്ന് ചേർന്ന് 3 ദിവസം ഒരാഴ്ച ക്ലാസ്സിലെടുക്കുമ്പോഴേക്കും ക്ലാസ് അയക്കാൻ കൊടുത്തപ്പോൾ മാസം 4th പോയി ഇരിക്കാൻ പറയുന്നത്. ഇതെന്ത് പൊതുവെ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ചാടി പിടിച്ചൊക്കെയാണ്. ദുർഘടങ്ങളിലൂടെയാണ് അവിടെ തന്നെ തുടങ്ങുന്നത്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളിലൂടെ കടന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ വിഷമങ്ങൾ എനിക്ക് ഫേസ് ചെയ്യാൻ വിഷമമില്ല എന്നർത്ഥം. അത് കഴിഞ്ഞ് SSLC കഴിഞ്ഞപ്പോൾ ഈ SSLC തന്നെ കംപ്ലീറ്റ് ചെയ്തത് ഓരോ മാസവും 6-ാം തീയതിയാണ് 6-ാം തീയതിയോ 6th വർക്കിംഗ് ഡേ അങ്ങനെ എന്താണ് ഫീസ് അടയ്ക്കേണ്ട ദിവസം. 4-ാം തീയതി 5-ാം തീയതി ആകുമ്പോഴേക്ക് അമ്മാവൻ്റെ 6.25 എമോ വരും. അമ്മാവനാണ് മിലിറ്ററിയില്ല. 6.25 ഫീസ്. 6.25 25 വയസ്സൊന്നും അന്ന് 25 വയസ്സൊന്നും ഇല്ല. 6.25 എമോ അയക്കാൻ മാറണം. ഞാൻ 6.25 എല്ലാ മാസവും അയച്ചു തന്നിരുന്നത് കൊണ്ട് ഞാൻ 4th, 5th, 6th പഠിച്ചു. അല്ലെങ്കിൽ അതിന് മുമ്പ് നിൽക്കും. അമ്മാവനെ ഒന്ന് ഫീസ് അടക്കൽ നിർത്തി ഈ പൈസ അയക്കൽ നിർത്തിയോ അന്ന് എൻ്റെ വിദ്യാഭ്യാസം അവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുമായിരുന്നു. നല്ല കാലത്തിന് അത് സംഭവിച്ചില്ല. അങ്ങനെ ഞാൻ SSLC കഴിഞ്ഞു. അവിടെ നമുക്ക് ഒരു നൂറ്റിൽ ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ, പഠിപ്പിക്കാൻ. കോളേജ് എന്നുള്ള സങ്കല്പം തന്നെ ഇല്ല. കോളേജ് എവിടെയാണ്? അടുത്ത കോളേജ് ഏതാണെന്ന് അറിയാമോ? ഏറ്റവും അടുത്ത കോളേജ് കോഴിക്കോട്ടെ ഫറോക്കിലുള്ള ഫറോക്ക് കോളേജാണ് ഏറ്റവും അടുത്ത കോളേജ്. കോട്ടക്കൽ നിന്ന് കാരാമ്പഴ കോട്ടക്കൽ ആ ഏരിയയിൽ നിന്ന് ഏറ്റവും അടുത്ത കോളേജ് ഫറോക്ക് കോളേജാണ്. പിന്നെ കോഴിക്കോട്ട് മറ്റേ ദേവഗിരിയും പിന്നെ നടന്നു പോകേണ്ട പ്രശ്നമില്ല. നടന്നു പോയി പഠിക്കുകയാണെങ്കിൽ ഞാൻ 10 കിലോമീറ്റർ ആയാലും 15 കിലോമീറ്റർ ആയാലും നടന്നു പോയി ഞാൻ പഠിക്കാൻ. പക്ഷെ അത് എത്തില്ലല്ലോ. അതുകൊണ്ട് കോളേജിൽ നിന്നുള്ള സങ്കല്പം സ്വപ്നമായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നടന്നു നാട്ടിൽ. ഒരു നോക്കില്ല, ആരും ഒന്നും ചെയ്യാനില്ല. അന്നാണ് വലിയമ്മാവൻ അവിടെ ഞങ്ങളുടെ ഭാഗമൊക്കെ കഴിഞ്ഞ് വലിയമ്മാവൻ പഠിക്കൽ അമ്മാവൻ്റെ ഭാഗത്ത് ഒരു പലചരക്ക് കച്ചവട പീടിയും ചായ പീടിയും. താനിങ്ങനെ വെറുതെ നടക്കണ്ട, കാറോടി നടക്കണ്ട, അങ്ങനെ പറയാം. താനിങ്ങനെ കാറോടി നടക്കണ്ട. എന്താ അതിന് പദത്തിൻ്റെ അർത്ഥം എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല.
താനിങ്ങനെ കാറോടി നടക്കണ്ട, അവിടെ പീടികയിൽ ഒന്ന് നിന്നോ. കാലത്ത് നീക്ക് പീടിയിൽ പോയാൽ ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു. കൈ ചൂടാണ്ട് ആ സഞ്ചി പിഴിയാനൊക്കെ പഠിച്ചു. മനസ്സിലാവുന്ന അത് കഴിഞ്ഞ് അത് ഒരു 3-4 മാസം കഴിഞ്ഞ് വലിയ വിഷമമില്ലാണ്ട് ചായ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള ഘട്ടം വന്നപ്പോഴേക്ക് എനിക്ക് റേഷൻ ഷോപ്പിൽ ജോലി, റേഷൻ ഷോപ്പിലേക്ക് വരാൻ പോകുന്നു. റേഷൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയാമോ? കൽപ്പഞ്ചേരി. ഹൈസ്കൂളിലേക്ക് ഇങ്ങനെ പോകണം, കൽപ്പഞ്ചേരിക്ക് ഇങ്ങനെ പോകണം, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ദൂരം കുറച്ചും കൂടി നീളമുണ്ടോ എന്ന് സംശയമില്ല. അപ്പോൾ റേഷൻ ഷോപ്പ് തുറക്കാനാണെന്നുള്ള അപ്പോഴേക്ക് വീട്ടിൽ അവിടെ എത്തണ്ടേ. അപ്പോൾ ഏതാണ്ട് ആലോചിച്ചോളൂ ദുരിതത്തിൻ്റെ നീളം. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഗവൺമെൻറ് റേഷൻ ഏർപ്പാട് നിർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നടത്തുന്നത്. കാലം ചരിത്രം ശ്രദ്ധിച്ചിട്ട് എവിടെ എത്തി എന്നുള്ളത് നോക്കിയാൽ മതി. റേഷൻ ഏർപ്പാട് ഗവൺമെൻറ് നിർത്തിയപ്പോൾ പിന്നെയും ഞാൻ ചെറുകാറ്റ് 2 ചെറുവില്ലാതെ മുറിഞ്ഞു പോയ കൃഷിയായിട്ട് വട്ടത്തിൽ നടക്കണേ. അപ്പോൾ വേറൊരു ഇതിൽ വടക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ അതൊക്കെ വിശദീകരിക്കുന്നില്ല. ഞാൻ അതൊക്കെ ഒരുപാട് ദീർഘമായ അധ്യായങ്ങളാണ്. അവിടേക്കൊന്നും പോകുന്നില്ല. ഞാൻ വളരെയധികം കാലിപ്പോഴും പൊള്ളിക്കുന്ന ആ ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മാത്രമല്ല രവീന്ദ്രനാഥിനൊക്കെ പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം എനിക്ക് ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. ഞാൻ കരുതുന്നു ഒരു വശം സൂചിപ്പിക്കാനുള്ളത്, ഈ SLC 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നടക്കുന്ന കാലത്താണ് PSC എഴുതുന്നത്, പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതി എനിക്ക് ജോലി പാസ്സായി. എനിക്ക് ജോലി കിട്ടിയത് മദിരാശിയിലാണ്. അന്നത്തെ കേരള സംസ്ഥാനത്തിന് മുമ്പ് 57 മുമ്പ് 54 ജോലി കിട്ടുന്നത്. ഞാൻ മദിരാശിക്ക് പോകുന്നത് ആ കാലത്ത് ഞാൻ കുറച്ച് എഴുതാൻ തുടങ്ങിയിരുന്നു. മദിരാശിക്ക് എന്ന സമയത്ത് മദിരാശി കേരള സമാജം, ജയകേരളം, അങ്ങനെ അവിടെ നല്ല സമ്പന്നമായ അന്തരീക്ഷത്തിൽ ധാരാളം എഴുതിയിരുന്നു ആ കാലത്ത്. അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് ഓട്ടം തിരിഞ്ഞ് അവസാനം കോഴിക്കോട്ടെത്തുന്നത്. കോഴിക്കോട്ടെത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനി ഈ മട്ടിൽ പോകാൻ വയ്യ. എൻ്റെ 10ാം ക്ലാസ്സും കൊണ്ട് ഇനി പഠിക്കും പോകാൻ വയ്യ. കാരണം എന്താ അറിയാമോ? അവിടെ ഞാൻ പെരുമാറുന്ന ഓഫീസിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പെരുമാറുന്ന ആൾക്കാരാരൊക്കെയെന്നറിയാമോ? MV കൃഷ്ണവാര്യർ, MT വാസുദേവൻ നായർ, MP മുഹമ്മദ്, പ്രഗത്ഭൻ SK പൊറ്റക്കാട്, അങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു വലിയ കൊമ്പനാനകളുടെ കൂടെ ഞാനിങ്ങനെ പറയാൻ നടക്കുന്നത്. അപ്പം തോന്നി എന്തെങ്കിലും എങ്ങനെ പോയാൽ പറ്റില്ല, എൻ്റെ 10ാം ക്ലാസ് വെച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റില്ല, പഠിക്കണം. എനിക്കപ്പം എന്ത് വിഷമം സഹിച്ചാലും പഠിക്കണം, എന്ത് സാഹസം ചെയ്താലും പഠിക്കണം. അന്ന് കോളേജിലൂടെ അല്ലാണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വഴിയില്ല. കോളേജിലൂടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനിലേക്ക് വഴിയുള്ളൂ അന്ന് ആ കാലത്ത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പ്രൈവറ്റ് കാൻഡിഡേറ്റ് എന്നുള്ളൊരു വശമേ ഇല്ല. പ്രൈവറ്റ് കാൻഡിഡേറ്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി യൂണിവേഴ്സിറ്റിയിലില്ല. കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ എന്ന് അവിടെ ഈ പ്രൈവറ്റ് കാൻഡിഡേറ്റ് ഓർമ്മയുണ്ടല്ലോ. മുതിർന്നവർക്കെങ്കിലും ഓർമ്മിച്ചിട്ടാവും. അതുകൊണ്ട് എന്ത് പറ്റി, ഞാൻ പോയി 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേരണം. 2 കൊല്ലം പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞ് 3 കൊല്ലം ഡിഗ്രി, പിന്നെ PG വേണമെങ്കിൽ പിന്നെ ഞാൻ 3-2 5-2 7 കൊല്ലം പഠിക്കണം കോളേജിൽ ചേർന്നിട്ട്.
എവിടെ ആര് സപ്പോർട്ട് ചെയ്യാനാണ്? അതിനിടയ്ക്കാണ് വളരെ 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 അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ജീവിതത്തിന് അടിക്കല്ലിട്ട് തരുന്നത് വാസുദേവൻ നായർ MP. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ മിക്കവാറും എന്നും കാണുന്നതാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നാൽ കറണ്ട് കോഴിക്കോട് സെക്കൻഡ് ഗേറ്റിൻ്റെ അടുത്താണ് പഴയ കറണ്ട്. ഒരു വർഷം കോഴിക്കോട് ആ കാലത്ത് പരിചയമുള്ളവർക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. സെക്കൻഡ് ഗേറ്റ് കടന്ന ഉടനെ ഒരു ചെറിയ കുടിലാണ് കറണ്ട് ബുക്സിൻ്റെ. അവിടെ MP അവിടെ കയറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് നടത്താൻ പറയാം. ഒരു ദിവസം നടത്താൻ പറയുന്നതിനിടയ്ക്ക് MP പറഞ്ഞു, നമുക്ക് രാമകൃഷ്ണൻ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫിലിം കാണും. ഇന്ന് മറ്റേ ക്രൗൺ തിയേറ്ററിൽ ഒരു ഹൊറർ ഫിലിമുണ്ട്. ഞാൻ ഈ സിനിമ എന്ന് പറയുന്നത് അന്നും ഇന്നും എനിക്ക് കമ്പമില്ല. ഞാൻ ഈ സിനിമയുടെ ഒരുപാട് അകലെയാണ്. എനിക്കിപ്പോഴും ഞാനില്ല. മറ്റേ ഞാനും ആ നല്ല നല്ല പടം ഹൊറർ MP ആ നോവൽ വായിച്ചിരിക്കുന്നു. താൻ വായിച്ചിട്ടുണ്ടോ നോവല്? എന്താ അപ്പോൾ ട്രാക്കുള താൻ വായിച്ചിട്ടുണ്ടോ? ട്രാക്കുളയാണ് അവിടെ പടം വന്നത്. താൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചില്ല. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, നാളെ തരാം. ശരി പറഞ്ഞു. MP തിയേറ്ററിലേക്ക് പോയി ഞാൻ എൻ്റെ ലോഡ്ജിലേക്ക് പോയി. ഞങ്ങൾ ലോഡ്ജിലാണ് താമസിച്ചത്. ലോഡ്ജിൽ അന്ന് സഹവാസികൾ ആരൊക്കെയായിരുന്നു അറിയാമോ? ഒന്ന് ദേശാഭിമാനിയുടെ മാനേജർ, പേര് ഓർമ്മയില്ല, പേര് ഓർമ്മ വരും. ലോഡ്ജിൻ്റെ പേര് ഓർമ്മ? ലോഡ്ജിൻ്റെ പേര് ഡേവിസൺ തിയേറ്ററിൻ്റെ അടുത്താ? ഡേവിസൺ തിയേറ്ററിൻ്റെ അടുത്താ? ഡേവിസൺ തിയേറ്ററിൻ്റെ അടുത്ത് ഇല്ല. ഡേവിസൺ തിയേറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം എവിടെ ഡേവിസൺ അല്ലല്ല, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് തന്നെയാണ് കോമറേറ്റ്സ് ലോഡ്ജ് എന്നായിരുന്നു. കോമറേറ്റ്സ് ലോഡ്ജ് അവിടെ ചന്ദ്രശേഖരനുണ്ട്, MR ചന്ദ്രശേഖരനുണ്ട്, ദേശാഭിമാനിയുടെ മാനേജർ. തൊട്ട് ഒരു കോമ്പൗണ്ടിൽ 2 വീടാണ്. തൊട്ടപ്പുറത്ത് ഇന്ത്യയൂടുണ്ട്, ഇന്ത്യയൂടിനും ഫാമിലിയുണ്ട്. ഇവിടെ ലോഡ്ജിൽ ഞങ്ങൾ ലോഡ്ജിൽ ഞാൻ വൈകുന്നേരം അതൊക്കെ വരാം, മാറ്റി വയ്ക്കാം. ഞാൻ ലോഡ്ജിലേക്ക് പോയി. MP പടത്തിന് പോയി. പിറ്റേന്ന് എനിക്ക് ബുക്ക് കൊണ്ടുത്തരുന്ന സമയത്ത് പറഞ്ഞു, താമസം പറഞ്ഞു വായിച്ചോളൂ, രാത്രി വായിക്കേണ്ട കേട്ടോ. എൻ്റെ MP അയ്യോ, എനിക്ക് രാത്രി വായിക്കാൻ സമയം പകല ഓഫീസ് വായിച്ചു. രാത്രി വായിച്ചു തീർത്തു. രാത്രി വായിച്ചു തീർത്തു. പേടിയാവൊക്കെ ചെയ്തു. അതൊന്നും വിശദീകരിക്കുന്നില്ല. രാത്രി ഞാൻ പുസ്തകം വായിച്ചു തീർത്തു. രണ്ടാമത്തെ പിറ്റേ ദിവസമല്ല, പിന്നെ രണ്ടാമത്തെ ദിവസം തിരിച്ച് എനിക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്തു. വായിച്ചു കഴിയോ എന്ന് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഫിലിമിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് എനിക്ക് ചോദിച്ചു, രാമകൃഷ്ണൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം, നമുക്ക് മാതൃഭൂമിയിലെ സീരിയലൈസ് ചെയ്യാം. എൻ്റെ 10ാം ക്ലാസ് കൊണ്ട് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് അവർ ഞാൻ ചെയ്യാം. എന്നാൽ ചെയ്തോളൂ. കുറേ പുസ്തകം കയ്യിൽ കൊണ്ടപ്പോൾ തിരിച്ചു കൊണ്ടപ്പോൾ ചെയ്തോളൂ. കൊണ്ടുവന്നു. ഞാൻ ഒരു 3.5-4 മാസം കൊണ്ട് ട്രാൻസ്ലേഷൻ ചേർത്ത് എനിക്ക് കൊണ്ടു കൊടുത്തു. ഇതേപോലെ ഒരു ദിവസം വൈകുന്നേരം മീറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കട്ടെ പറഞ്ഞപ്പോൾ എനിക്ക് പേടി. 10ാം ക്ലാസ്സുകാരൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. പറ്റില്ല. പിന്നെ മാത്രമല്ല പറ്റില്ലേയും കൊടുക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അത് പത്രാധിപരുടെ അധികാരമാണ്. പത്രാധിപരുടെ അധികാര പരിധിയുടെ അകത്തേക്ക് കൊണ്ടൊന്നും പ്രവേശനമില്ല. അതിനകത്ത് പിന്നീട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ട് ഒരു 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 മാസം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മറ്റേ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യാൻ പോകണം കേട്ടോ, അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞത്. ഇന്നത്തെ ആഴ്ച അത് അനൗൺസ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആഴ്ചപ്പതിപ്പിൻ്റെ ബാക്ക് കവറ് AS നായരുടെ ഒരു പെയിൻറ്റിങ്, AS നായരുടെ ഒരു പെയിൻറ്റിങ്, ആ പെയിൻറ്റിങ് കൊടുത്ത അന്ന് AS നായർ അവിടെ സ്റ്റാഫിലുണ്ട്, അവിടുത്തെ ആർട്ടിസ്റ്റാണ്. AS നായരുടെ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടാണ് ഇത് അനൗൺസ് ചെയ്തത്. അടുത്തിലൊക്കെ തുടങ്ങുന്നു. അത് 1961 ഓഗസ്റ്റ് 10. ഇത് കഴിഞ്ഞ് ഇത് പ്രസിദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോ ആഴ്ച ഓരോ മാസം കഴിഞ്ഞാൽ അതിൻ്റെ പൈസ തരും. അത് പോയി ആ പൈസ തരുന്നത് അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതെടുത്ത് ഒരുമിച്ച് വെക്കണം. ഇത് ഒരുമിച്ച് വെച്ചാൽ എനിക്ക് കോളേജിൽ പഠിക്കാനുള്ള കാശുണ്ടാക്കി ഞാൻ കോളേജിൽ പോയി ചേർന്നാൽ ഇത്ര കൊല്ലത്തേക്ക് എത്ര പൈസ വേണമെന്നുള്ള രൂപമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ചവിട്ടി നിൽക്കാനൊരു തറയാവുമല്ലോ. ആ ധാരണയോട് കൂടിയിട്ട് ഞാൻ ഈ മാതൃഭൂമിയിൽ നിന്ന് ഡ്രാക്കുളയുടെ ട്രാൻസ്ലേഷന് കിട്ടുന്ന കാശ് മുഴുവനും അതാത് സമയത്ത് ബാങ്ക് ചെയ്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കേ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ലീവ് എടുക്കണം. 62 കോളേജ് ഓഫീസിൽ നിന്ന് 4 കൊല്ലത്തേക്ക് ശമ്പളമില്ലാത്ത ലീവ് എടുത്ത് കോളേജിൽ പോയി ചേരുന്നു. അങ്ങനെയുള്ള ഉറപ്പോൾ അങ്ങനെ പഠിക്കാണ്ട് വയ്യാന്ന് തീരുമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ പഠിച്ചേ തീരുമെന്ന് ഉറപ്പിക്കുന്നതിൻ്റെ വേറൊരു വശം എന്താ പറയുന്നു, ക്രിസ്ത്യൻ കോളേജിൽ പോയിട്ട് പ്രീ ഡിഗ്രിക്ക് ചേരാൻ തീരുമാനിച്ചു. ക്രിസ്ത്യൻ കോളേജിൽ അന്ന് ക്രിസ്ത്യൻകളല്ലാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. എൻവിയുടെ ഭാര്യയുടെ കസിൻ ഒരു ആവശ്യമില്ലാത്ത കിട്ടാത്ത മുമ്പിലല്ലേ നമ്മൾ കൈവയ്ക്കാൻ പാടുള്ളൂ. കിട്ടാത്ത മുമ്പിനല്ല ആഗ്രഹിക്കാൻ പാടുള്ളൂ, വാങ്ങിക്കല്ലേ. അപ്പോൾ എനിക്ക് പഠിച്ചേ തീരും. കോളേജിൽ പോയി ചേർന്നാൽ എന്താവും? എന്തായാലും പഠിക്കുകയാണോ? എന്നിട്ട് രാമേന്ദ്രൻ മാഷ് രാമേന്ദ്രൻ മാഷോട് പറഞ്ഞു ഞാൻ വരുന്ന പോലെ കോളേജിൽ തരാൻ പോവാണ്. എടോ താൻ എന്താ പറഞ്ഞേ? താനൊക്കെ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഞാൻ അവിടെ വന്ന് ക്ലാസ് എടുക്കേ പറ്റില്ല, പാടില്ല. താൻ കോളേജിൽ നിന്ന് നടക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് പഠിക്കാണ്ട് പറ്റില്ല, എനിക്ക് പഠിച്ചേ തീരൂ. നമുക്കൊരു കാര്യം ചെയ്യാം. അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സിന് അലോ ചെയ്യുന്ന പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് പ്രീ ഡിഗ്രി എന്തായിരുന്നു യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന് യൂണിവേഴ്സിറ്റിയാണ് 62-64 പ്രീ ഡിഗ്രി തുടങ്ങി. ആ കടവ് ഞാൻ കടന്നത് മധ്യപ്രദേശിൽ പോയിട്ട് എഴുതിയിട്ടാണ്. അന്ന് ഇവിടെ പ്രൈവറ്റ് ഇതില്ല. മധ്യപ്രദേശിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രീ ഡിഗ്രിയാണ് പാസ്. അതിന് ഇവിടെ കോഴിക്കോട്ട് മത്തായി മാഷയുടെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. സ്കോളർ ട്യൂട്ടോറിയൽ മത്തായി മാഷ സ്കോളർ ട്യൂട്ടോറിയൽ അവിടെ ക്ലാസ് എടുത്തിരുന്നു. അവിടെ 4-5 പേര് ഈ മധ്യപ്രദേശിൽ യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി അതിന് പഠിക്കുന്നതാണ്.
ക്ലാസ് എടുക്കേണ്ടത്. അവിടെ പോയിട്ട് ഞാനും ചേർന്നു. ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ 3-4 മാസം കഴിഞ്ഞിരിക്കുന്നു, അവരുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു, ക്ലാസ് തുടങ്ങിയിട്ട്. അവരുടെ കൂടെ കൂടി മാർച്ചിൽ മധ്യപ്രദേശിൽ പോയിട്ട് വിത്ത് ഹിന്ദി ഒരു പേപ്പറാണ്. തിരിച്ചു വന്നു. അങ്ങനെയാണ് ആ കടവ് കടന്നത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ കോളേജിൽ മഹാരാജാസ് കോളേജിൽ 62 പോയി ചേരുമ്പോൾ 3 ഇയർ ഡിഗ്രി കോഴ്സിൽ 3 ഇയർ ഡിഗ്രി കോഴ്സിൽ സെക്കൻഡ് ഇയർ എനിക്ക് അഡ്മിഷൻ തന്നു. സെക്കൻഡ് ഇയർ അഡ്മിഷൻ തന്നു. ഫസ്റ്റ് ഇയർ ഞാൻ പഠിച്ചിട്ടില്ല. 3 കൊല്ലത്തെ ഡിഗ്രി കോഴ്സിന് ഫസ്റ്റ് ഇയർ ഞാൻ പഠിച്ചിട്ടില്ല. സെക്കൻഡ് ഇയർ എനിക്ക് അഡ്മിഷൻ തന്നു. അതിന് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അതിന് വല്ല ഓർഡർ ഉണ്ടോ അല്ല എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അംഗീകൃത നിയമം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് അന്ന് രജിസ്ട്രാർ ഒപ്പിട്ടിട്ടുള്ളൊരു കാർഡ് എൻ്റെ കയ്യിലുണ്ട്. Is equivalent to first year, he is eligible for admission in the second year. എന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റർ ഒപ്പിട്ടുള്ള ഒരു കാർഡ് ആണ് എൻ്റെ അടിസ്ഥാന രേഖ. അത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, ഇന്ത്യയിലുണ്ടത്. അങ്ങനെ സെക്കൻഡ് ഇയർ അഡ്മിഷൻ കിട്ടി. സെക്കൻഡ് ഇയർ അഡ്മിഷൻ കിട്ടിയിട്ട് ഫസ്റ്റ് ഇയറിൽ അന്ന് ഫസ്റ്റ് ഇയർ എക്സാം ഇല്ല, ഫസ്റ്റ് ഇയറിൽ എക്സാമിനേഷൻ ഇല്ല, സെക്കൻഡ് ഇയർ എക്സാം ഉണ്ട്. സെക്കൻഡ് ഇയറിൽ എക്സാം ഉണ്ട്. സെക്കൻഡ് ഇയറിൽ മെയിൻ അല്ലാത്തൊക്കെ തീരും. അന്നത്തെ കഷ്ടകാലം. തേർഡ് ഇയറിൽ മെയിനും സബും മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ചേർത്തിട്ടുള്ള മറ്റുള്ള മെയിൻ അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം സെക്കൻഡ് ഇയറിൽ എക്സാം ചെയ്യും. ഇപ്പോഴത്തെ കഥ എന്താ നീ അറിഞ്ഞോട്ടോ കേട്ടോ. അന്നങ്ങനെയായിരുന്നു. ഞാനിവിടെ ഈ ഒരു കൊല്ലം കൊണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞതും സെക്കൻഡ് ഇയറിലെ ക്ലാസ്സും ഒരുമിച്ച് കഴിച്ച് ആണ് ഒരുമിച്ച് കഴിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞത് മുഴുവൻ സ്വയം പഠിച്ചെടുക്കണം. സ്വയം വായിച്ചും എഴുതിയും പറഞ്ഞും കേട്ടും മറ്റുള്ളവരുടെ നോട്ട്സ് വാങ്ങി പഠിച്ചു. അങ്ങനെയൊക്കെ അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറയാൻ കഴിയില്ല. ക്ലാസ്സൊന്നും പോകാൻ നോട്ടില്ല. പക്ഷേ അവിടെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താ അറിയാമോ? അവിടെ മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ഒരു വലിയ മനുഷ്യനുണ്ട്. അതിനോട് പരിചയമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടും. KRK മാരാ കുറേശ്ശെ എഴുതും. അദ്ദേഹം കുറേശ്ശെ എഴുതും എന്നുള്ളത് കൊണ്ട് പുസ്തകങ്ങളുടെ ശ്രദ്ധിക്കാൻ വിചാരിക്കും. കുറേശ്ശെ എഴുതും. ഈ ഇംഗ്ലീഷ് പോയറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള ലേഖനങ്ങൾ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ കാലത്തൊക്കെ. പിന്നെ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ള പുസ്തകം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പോയംസ്, ഹേർഡ് മെലഡീസ് മറ്റൊരു അത് ഏതോ സെക്കൻഡ് ഇയർ തന്നെയാണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ ചെന്ന് ചേർന്നിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ മുമ്പിൽ കോളേജിലെ പ്യൂൺ വന്ന് നിൽക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് തന്നെയായിരുന്നു. ക്ലാസ് എന്തോ സ്ലിപ്പും കൊണ്ടുവന്നു. സ്ലിപ്പ് മാഷെടുത്ത് കൊടുത്തു. മിസ്റ്റർ രാമകൃഷ്ണൻ, you are wanted by the professor after the class. Go and meet him. വേർത്തു. ഒരു തെറ്റും ചെയ്തില്ല, ഒരു അപകടം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. എന്തിനെ പ്രൊഫസറെ വിളിക്കുന്നതാവും? പേടി, സത്യം പറഞ്ഞ പേടി. ക്ലാസ് കഴിഞ്ഞു കുറച്ച് കൊണ്ടാണ് മാഷാണെങ്കിലോ മാഷ പരിചയമില്ല. മാഷ് വലിയ സ്പോർട്സ്മാൻ ആയിരുന്നു. എന്തോ ഗ്രൗണ്ടിൽ വെച്ച് എന്തോ അപകടം വെച്ചിട്ട് മാഷ കാല് നഷ്ടപ്പെട്ടു. മാഷക്ക് നടക്കാൻ 2 ക്രച്ചിലാണ് നടക്കുക. 2 ക്രച്ച് വെച്ചിട്ടാണ് നടക്കുക.
കോളേജിൽ ക്യാമ്പസിൽ മാഷയുടെ സ്റ്റാഫ് റൂം ഒരു സ്പെഷ്യൽ റൂമാണ്. അതിൻ്റെ തൊട്ടുപുറത്ത് കൊണ്ടുവന്ന് കാറ് നിർത്തിയിട്ട് അവിടെ നിന്ന് കറക്റ്റിൽ വെച്ചിട്ട് ഇറങ്ങിയിട്ടാണ് ക്ലാസ്സിൽ പോവുക, റൂമിൽ പോവുക. അതിൻ്റെ തൊട്ടൊരു ആ റൂമിൻ്റെ തൊട്ടൊരു ഹാളുണ്ട്. ആ ഹാളിലാണ് മാഷ ക്ലാസ്, എല്ലാ ക്ലാസ്സും ക്ലാസ് അവിടെയാണ്. മാഷോട്ടയ്ക്ക് ക്ലാസ്സിൽ വരുന്നത് വലിയങ്ങനെയാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. മാഷ് ഒരു രണ്ട് മൂന്നാഴ്ച ഉണ്ടാവും ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം. മാഷ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ ചെയ്തു. മാഷ ഒരാളായിട്ട് മാഷക്ക് അധികം ഇതൊന്നുമില്ല. മാഷത്തേക്ക് ആരും അങ്ങോട്ട് പോവില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഈ ദിവസങ്ങളിൽ. മാഷ ചെയ്യുന്നു ഒന്ന് നോക്കി മാഷ് വരും ചെന്നു അടുത്ത് നിന്നു. മാഷ് വന്നു ഞാൻ അറിഞ്ഞു, കോളേജിൽ വന്ന് ചേർന്നിട്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം മാഷക്ക് ഈ അന്ന് ഡ്രാക്കുള ട്രാൻസ്ലേഷൻ ഇങ്ങനെ സീരിയലൈസ് ചെയ്ത് കൊടുത്തില്ല. കോളേജിൽ ചെന്ന് ചേരുന്ന സമയത്ത് ഡ്രാക്കുള ട്രാൻസ്ലേഷൻ മാതൃകയിൽ സീരിയലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോളേജിൻ്റെ അകത്തൊക്കെ ഒരു അത്ഭുതാവസ്ഥയായിരുന്നു ഞാൻ. അതൊരു രസമുള്ള കുട്ടികൾ വന്നിട്ട് കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ മുമ്പിലോ പുറത്തോ കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യനും ഒരു ഭീകരൻ ഇരിക്കുന്ന ക്ലാസ്സിൽ നിന്നുള്ള മറ്റുള്ള നോക്കിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ മാഷത്തെ ശ്രദ്ധിച്ചത്. പക്ഷെ ഞാൻ വന്ന് ചേർന്നപ്പോൾ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ചോദിച്ചത് എന്താ അറിയാമോ, മാഷിന് കഴിഞ്ഞ കൊല്ലത്തെ പോർഷൻസൊക്കെ എന്താ ചെയ്യാൻ പോണേ? എന്താണ് പറഞ്ഞത്? എനിക്കൊരു വലിയ അനുഗ്രഹം എന്ന് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ, അതാണ്. എന്താ എങ്ങനെ എന്താ ചെയ്യാൻ പോണേ? പഠിച്ചുണ്ടാക്കുന്ന സാർ ഞാൻ പഠിച്ചുണ്ടാക്കുന്നു. ആ വീടുകൾ നല്ലതാണ്. ഷേക്സ്പിയർ എന്താ ടെക്സ്റ്റ് ശ്രദ്ധിച്ചു? ടെക്സ്റ്റ് ഞാൻ ശ്രദ്ധിച്ചു. ടെമ്പസ്റ്റ് ആയിരുന്നു. ടെമ്പസ്റ്റ് ഷേക്സ്പിയർ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഷേക്സ്പിയർ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് പുസ്തകങ്ങളുടെ ലിസ്റ്റ് തരാം, നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. അതിൽ എടുത്ത് കൊണ്ടുവരും, എൻ്റെ അടുത്ത് കൊണ്ടുവരും. ഞാൻ മാർക്ക് ചെയ്ത് തരാം. മാർക്ക് ചെയ്തിരുന്ന പേജസ് മാത്രം വായിക്കുക, മാത്രം വായിച്ച് നോട്ട്സ് എടുക്കുക. നോട്ട്സ് എടുത്തിട്ട് എസ്സേസ് എഴുതുക. എസ്സേസ് എഴുതിയിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. ആഷ് മൂന്നാമത്തെ ആഴ്ച മുതൽക്ക് ആഷ് ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി തന്നെ. ആഷ അന്ന് ഡിഗ്രിക്ക് ക്ലാസ് എടുക്കില്ല, പി ജിക്ക് മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ. കാരണം കുട്ടികൾ ഈ മോർ ദാൻ ഡിഗ്രി സ്റ്റുഡൻസും ക്ലാസ് വലിയ ക്ലാസ്സല്ലേ. അപ്പോൾ അവിടെ മാഷ മുമ്പ് പോയി അസംബ്ലി ചെയ്യാനൊക്കെ പോകുമ്പോൾ മാഷ ക്ലാസ് ഡിഗ്രി ക്ലാസ് എടുക്കാറുണ്ടായിരുന്നില്ല. മാഷത് എന്നെ ഈ രീതിയിൽ എന്നെ മോൾഡ് ചെയ്തു, എന്നെ കൊണ്ട് വായിച്ചു, എന്നെ കൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഇന്ന പേജ് വായിക്കും എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങൾ നിർദ്ദേശിച്ച് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് എഴുതി മാഷ കാണിച്ച് കറക്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ലേഖനം എഴുതുമ്പോൾ അതിൽ കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് മുതൽക്ക് മാഷ എന്നെ പഠിപ്പിക്കും. മാഷയുടെ ഇതൊക്കെ പറയുമ്പോൾ മാഷയുടെ കൈ എപ്പോഴും എൻ്റെ തലയിൽ ഇവിടെ തോന്നുന്നു. എൻ്റെ കഴിഞ്ഞു മാഷയുടെ എൻ്റെ കയ്യും തലയിൽ വെച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് പോരുമ്പോൾ ഫൈനൽ എക്സാം കഴിഞ്ഞ് പോരുന്ന സമയത്ത് മാഷ മുമ്പിൽ ചെന്ന് എനിക്ക് കൈ വെച്ച് എൻ്റെ തലയിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ കൈ ഇപ്പോഴും എൻ്റെ തലയിൽ. അതുകൊണ്ട് തന്നെ നടത്തുന്നതാണ്. കാരണം എന്നത് അങ്ങനെ 2 കൊല്ലത്തെ പോർഷൻസ് ഒരു കൊല്ലം ഒരു തോളോട് തനിച്ചും മറ്റൊരു തോളോട് ക്ലാസ്സിലിരുന്നിട്ടും താങ്ങിയിട്ട് സെക്കൻഡ് ഇയർ എക്സാം എഴുതി തേർഡ് ഇയർ മെയിനും സബും മാത്രം എഴുതി പാസ്സാക്കി ജോലിയൊക്കെ ചെയ്തത്. തേർഡ് ഇയറിൽ വേറെ നേതൃത്വം ഉണ്ടായിരുന്നു. ഈ പറയുമ്പോൾ ആ കാലത്തെ ഞാൻ അന്ന് തേർഡ് ഇയറിൽ നിന്ന് മലയാളമാണ് പഠിക്കാനുള്ളത്. സംസ്കൃതവും കാര്യമായിട്ട് ക്ലാസ്സിലൊന്നും പോകാനില്ല, ക്ലാസ്സിലൊന്നും ചെയ്യാനൊന്നും ഇല്ല. കാര്യം എനിക്ക്
ഒരു പ്രശ്നം തോന്നിയിരുന്നില്ല. അപ്പോൾ ഒരുപാട് സമയം ബാക്കിയുണ്ട്. അപ്പോൾ തീരുമാനിച്ചു ഇലക്ഷൻ നിൽക്കാം, കോളേജ് ഇലക്ഷൻ നിൽക്കാം. കോളേജ് ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിച്ചു. കോളേജ് ഇലക്ഷൻ എനിക്ക് നിൽക്കാൻ പറ്റിയത് അപ്പം അങ്ങനെ ആലോചിപ്പോൾ 16 സീറ്റുണ്ട് അവിടെ. ജനറൽ സീറ്റ് അറിയത്തില്ല, അന്ന് ഇപ്പോഴൊന്നും അറിയില്ല. 16 ജനറൽ സീറ്റുണ്ട്. അതിലൊന്ന് ലിറ്റററി അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. അതിന് ലിറ്റററി അസോസിയേഷൻ നല്ല പറയുന്ന പേരെ തോന്നി. അതിൻ്റെ സെക്രട്ടറിയാണ്. അതിൻ്റെ സെക്രട്ടറിഷിപ്പ് കൊണ്ട് ഞാനും നോമിനേഷൻ കൊടുത്തു. ഞാൻ നോമിനേഷൻ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസമുണ്ട് വയലാർ രവി എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ. ഞാൻ താമസിക്കുന്നല്ലോ, ഞാനന്ന് താമസിച്ചിരുന്നത് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത് പമ്പിങ് ഇതൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ താമസിച്ചിരുന്നുണ്ട്. കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണ്. ഞാനുണ്ട്, എൻ്റെ അനിയനുണ്ട്, വേറെ അങ്ങനെ 2-3 പേരുണ്ട്. ഞങ്ങളെല്ലാം കൂടിയിട്ട് പമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഓർത്ത് അന്ന് മണ്ണെണ്ണയ്ക്ക് തന്നെ വരാന്നറിയില്ല. ഇന്ന് മണ്ണെണ്ണ കിട്ടാനുണ്ട്. ഒരു ടിന്ന് മണ്ണെണ്ണയ്ക്ക് 6 രൂപ. 6 രൂപ. അത് ടിന്നങ്ങ് കൊണ്ടുകൊടുത്താൽ മതി. ടിന്ന് കേട് വരുത്താണ്ട് പൊടിച്ച് മണ്ണെണ്ണ എടുത്തിട്ട് പുതിയ ടിന്നങ്ങ് പഴയ ടിന്നങ്ങ് കൊണ്ടുകൊടുത്താൽ പുതിയ ടിന്ന് മണ്ണെണ്ണ കിട്ടും. എനിക്കൊരു മാസത്തേക്ക് ഒരു ടിന്ന് മണ്ണെണ്ണ സുഖമാണ്. അപ്പോൾ ഈ അതിനുള്ള കാശൊക്കെ എനിക്ക് മാതൃഭൂമിയിൽ നിന്ന് കിട്ടിയിരുന്നു. അന്ന് പഠിക്കാൻ പോരുന്ന സമയത്ത് എനിക്ക് തന്നിട്ടുള്ള ഒരു ഉറപ്പെന്താ പറയുന്നത്, താമസം പൊക്കോളൂ, ബുദ്ധിമുട്ടാണ്, നേരെ ഒന്നുമില്ല, ബുദ്ധിമുട്ടി നേരെ ഒന്നും നിരന്തരം ധാരാളം എഴുതിക്കോളൂ. ഞാൻ പുസ്തകം അയക്കാറ്, റിവ്യൂ എഴുതിക്കോളൂ, കവിത എഴുതിക്കോളൂ, തോന്നിയതൊക്കെ എഴുതിക്കോളൂ, നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മറ്റേ സപ്പോർട്ട് മറ്റേ രാഹുലയുടെ തന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ പോക്കറ്റിൽ എൻ്റെ പേന. ആ കാലത്ത് കാശിന് വേണ്ടിയിട്ട് CICC പബ്ലിഷേഴ്സിന് വേണ്ടി പബ്ലിഷേഴ്സ് 4-5 നോവൽസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് എനിക്ക് കാശ് തന്നിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടിയുള്ള കാശുകൾ ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് പഠിക്കുന്ന വെള്ളത്തിൻ്റെ ഇടയ്ക്ക് 3 നോവൽ 4 നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. CICC പബ്ലിക്കേഷൻസ് അന്ന് CICC പബ്ലിക്കേഷൻസ് ഇപ്പോൾ മറ്റേ പരമേശ്വരൻ്റെ മകനാണ് അന്ന് വി പരമേശ്വരൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ ഓണർ. വി പരമേശ്വരൻ എന്ന് ഓർമ്മയുണ്ടോ? വി പരമേശ്വരൻ എന്ന് പറയുന്നതേ അയാളെ പറയുന്നത് സമാധാനം പരമേശ്വരൻ. അന്നൊരു വേൾഡ് പീസ് അങ്ങനെ ഒരു ലോകസമാധാന എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇന്ത്യയിലെ നേതാവായിരുന്നു പരമേശ്വരൻ. അതുകൊണ്ട് ഈ CICC എന്നുള്ള ഒരു പക്ഷേ അയാളുടെ മകനെ അയാൾക്ക് തന്നെ മുഴുവൻ അറിയാമായിരുന്നു. എന്തായി CICC പറഞ്ഞത്? CICC എന്നുള്ളതിന് ഫുൾ ഫോം സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ കൾച്ചർ ആൻഡ് കോഓപ്പറേഷൻ. പരമേശ്വരൻ്റെ സമാധാനം പരമേശ്വരൻ്റെ ബുക്ക് സ്റ്റോളാണ് CICC. അവിടെ കോളേജിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയാൽ 6:30-7 മണി വരെ പരമേശ്വരൻ്റെ കടയിലിരുന്നിട്ട് ഞാൻ പണിയെടുത്തിട്ടുള്ളൂ. പുസ്തകം എടുത്ത് കൊടുക്കുക മാത്രമല്ല, കാശ് വാങ്ങിയെടുക്കൽ പുസ്തകം കെട്ടി അയക്കാൻ പരമേശ്വരനെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ പരമേശ്വരനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു 1-1.5-2 മണിക്കൂറോളം കോളേജിൽ നിന്ന് ക്ലാസ് വിട്ട് പുറത്തിറങ്ങിയെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് വീട്ടിലേക്ക് പോവുള്ളൂ. അങ്ങനെ അവിടെ ടൈം ജോലി പരമേശ്വരനെ എന്നെ അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട പുസ്തകങ്ങൾ മുഴുവൻ ഒരു പക്ഷെ അന്ന് ആ പഠിക്കുന്ന കാലത്ത് കിട്ടാവുന്ന പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങുകയത് പരമേശ്വരൻ്റെ കയ്യിൽ നിന്നാണ്. അതേപോലെ കരണ്ട് തോമസിൻ്റെ പുസ്തകം, കരണ്ട് തോമസിൻ്റെ അതും എടുത്ത് പറയാൻ ഞാൻ നന്ദികേടാവും. അന്ന് തോമസാണ് ഡ്രാക്കുള പ്രസിദ്ധം ചെയ്തത്. മാതൃഭൂമിയുടെ സീരിയലൈസേഷൻ കഴിഞ്ഞതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ തോമസ് അത് പുസ്തകം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒരാഴ്ച അത് കഴിഞ്ഞ് എനിക്ക് ഉടനെ തരണം കേട്ടോ, എനിക്ക് തരണം കേട്ടോ എന്നിട്ട് തോമസ് മുമ്പേ പറഞ്ഞിരുന്നു. തോമസ് ഒരു മാസത്തിനുള്ളിൽ അത് പുസ്തകമാക്കി പുറത്തിറക്കി. തോമസ് എത്ര കോപ്പി വിറ്റു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല.
എത്ര കോപ്പി അടിച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, എത്ര എഡിഷൻ അടിച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ മറ്റേ എറണാകുളത്ത് കറണ്ടിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് ഇത്ര ഉറുപ്പ വേണമെന്ന് പറഞ്ഞാൽ ആ ഉറുപ്പ ഇട്ട് തരുമാണ്. അതായിരുന്നു കരാറും. തോമസും ഞാനും ബ്രാഞ്ച് മാനേജറും തമ്മിലുള്ള കരാറാണ്. രാമകൃഷ്ണൻ എപ്പോൾ ഒന്ന് ചോദിച്ചാലും എത്ര പൈസ അവിടേക്ക് എടുത്ത് കൊടുത്തോളണം. അപ്പം എനിക്ക് പഠിക്കാനുള്ള അടിത്തറയാണ് ഗാഫുക എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ 2 കൊല്ലമല്ല 4 കൊല്ലം കഴിഞ്ഞിട്ട് മലയാളം BA കഴിഞ്ഞ് ഇംഗ്ലീഷ് MAക്ക് പോയി. മലയാളം ഡിഗ്രിക്ക് 3rd ഇയറിൽ ഇംഗ്ലീഷുമായിട്ട് യാതൊരു കുലബന്ധം പോലും ഇല്ല. കാരണം മലയാളത്തിൽ ഇംഗ്ലീഷിൻ്റെ ഒന്നുമില്ലല്ലോ. ഇംഗ്ലീഷിൻ്റെ യാതൊരു കുലബന്ധം പോലും ഇല്ലാന്ന് 1 കൊല്ലം 3rd ഇയർ പഠിച്ചിട്ട് ഇംഗ്ലീഷ് MAക്ക് പോയി ചേർന്നു. അതും ഇംഗ്ലീഷ് MAക്ക് അഡ്മിഷൻ്റെ സമയത്ത് അവിടെ ഒരു വിമൻസ് കോളേജുണ്ട്, അവിടെ ഇംഗ്ലീഷ് BA ഉണ്ട്. അതായത് അന്ന് ഇംഗ്ലീഷ് BA ഇല്ല, BA ഉണ്ടാവും. അവിടെ നിന്നുള്ള മിടുക്കികൾ, സുന്ദരി കുട്ടികൾ, വികൃതികൾ കുട്ടികൾ അവിടുന്ന് മറ്റേ അഡ്മിഷൻ വരും. അവരോടാണ് കോമ്പറ്റ് ചെയ്യണത് ഞാൻ ഈ മലയാളക്കാരൻ. അങ്ങനെ ഇംഗ്ലീഷ് MAക്ക് ചേർന്നു. അതിനും പ്രയത്നം നേരത്തെ പറഞ്ഞതുപോലെ നാരായണ മാഷാണ്. നാരായണ മാഷ് തന്നെയാണ് എന്നെ നിർദ്ദേശിച്ചത്. രാമകൃഷ്ണൻ കഴിഞ്ഞിട്ട് രാമകൃഷ്ണൻ എന്താ ഭാവം? എല്ലാവരുടെയും ധാരണ ഞാൻ മലയാളം MAക്ക് ചേരുന്നതാണ്. മലയാളം MAക്ക് ചേരാൻ ഒരു വിഷമമില്ല കേട്ടോ. മലയാളം MAക്ക് ചേരുന്നതാണ്. അത് പോയിട്ട് മറ്റേ അക്ഷര മാഷ്, സാനു മാഷ് ഇവരൊക്കെ അന്ന് സ്റ്റാഫിലുള്ള ആൾക്കാരാണ്. അപ്പോൾ രാമകൃഷ്ണൻ ഒരു കാര്യം ചെയ്തോളൂ, മലയാളം MAക്ക് രാമകൃഷ്ണൻ വായിച്ച് വേണമെങ്കിൽ എഴുതിയെടുക്കാം, വായിച്ചുണ്ടാക്കാൻ അതൊരു ഡിഗ്രിയൊന്നും പ്രശ്നം കാര്യമല്ല. അയാൾ ഇംഗ്ലീഷ് MAക്ക് വന്നത് നമുക്ക് നോക്കാം എന്നിങ്ങനെ മാഷൊരു പുഷ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് MAക്ക് പോയി ചേർന്നതും ഇംഗ്ലീഷ് MA കഴിഞ്ഞ് ജോലി ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് MA കഴിഞ്ഞ് പോന്നിട്ട് അതിൻ്റെ ഇന്ന് പറഞ്ഞ കുട്ടികൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയുന്നുണ്ട്. 66 MA റിസൾട്ട് വരുന്നത് 29-ാം തീയതി, ജൂൺ 29-ാം തീയതിയാണ്. 66 ജൂൺ 29-ാം തീയതി റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വന്നാൽ പോയി രാമകൃഷ്ണൻ ഒരു കാര്യം ചെയ്യണം. റിസൾട്ട് വന്നാൽ തൃശ്ശൂർ മറ്റേ അപ്പനമ്പുരാനുണ്ട്, കൊടുങ്ങല്ലൂർ കുഞ്ഞൂടനഗരം കോളേജിൻ്റെ ബോർഡിൻ്റെ മാനേജർ പ്രസിഡൻറ്റ് അന്ന് തമ്പേരാണ്. എനിക്കറിയില്ല മാഷയുടെ നാരായണ മാഷയുടെ ബന്ധം. അപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാവുന്നത്, ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തമ്പേരനോട് സൂചിപ്പിച്ചിട്ടുണ്ട്, രാമകൃഷ്ണൻ റിസൾട്ട് വന്നാൽ തമ്പേരനെ പോയി കാണും, ശരിയാവും എന്ന് മാഷ് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. റിസൾട്ട് പേപ്പറിൽ വന്നപ്പോൾ ഞാൻ നേരെ തൃശ്ശൂർ വന്ന് അദ്ദേഹം മാരാ റോട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. വീട് കണ്ടുപിടിച്ച് കയറി ചെന്ന് രാമകൃഷ്ണൻ അല്ലേ വരും ഇരിക്കും. എന്നോട് മലയാള ഭാഷ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറി കരുണാകരനായിരുന്നു ആയിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. രാമകൃഷ്ണൻ വരും, അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കണം, രാമകൃഷ്ണൻ നമ്മുടെ കോളേജിൽ വേണം, കൊടുങ്ങല്ലൂർ കോളേജ് നമ്മുടെ കോളേജാണ് കേട്ടോ എന്നും പറയും. നമ്മുടെ കോളേജാണ് കൊടുങ്ങല്ലൂർ കോളേജ് കേട്ടോ. ശരി, ഞാൻ പിറ്റേന്ന് കാലത്ത്, അതായത് 30-ാം തീയതി കാലത്ത് കൊടുങ്ങല്ലൂർ എത്തുന്നു. കൊടുങ്ങല്ലൂർ പോലെ ഞാൻ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന കോമരങ്ങളെ കണ്ടിട്ടുള്ളൂ. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലോർമ്മ. പട്ട് ചുറ്റിയിട്ടുള്ള കുറഞ്ഞു തുള്ളി പോകുന്ന, അതുപോലെ തന്നെ തെറി പറഞ്ഞു പോകുന്ന, കള്ളു കുടിച്ച് തെറി പറഞ്ഞു പോകുന്ന, തെറിപ്പാട്ട് പാടി പോകുന്ന എൻ്റെ നാട്ടിലൊക്കെ സ്ഥലമുണ്ടായിരുന്നു. തെറിപ്പാട്ട് പാട്ട് ഭയങ്കരമായിട്ട് തെറിപ്പാട്ട് പാടുന്നുണ്ട്.
ഈ വെറി പാട്ട് പാടി കൂട്ടമായിട്ട് ആൾക്കാർ 10-15 പേര് ഒരുമിച്ച് പാട്ടം പാടിയിട്ട് പോകുന്നത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇതാണ് കൊടുങ്ങല്ലൂരിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മ. ഞാൻ കൊടുങ്ങല്ലൂരിൽ ചെന്നിട്ട് ബസ്സിൽ കയറിയ സമയത്ത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് ഇവിടെയാണ് പോകേണ്ടത് കോളേജിൽ. അത് ഞാൻ ശരിയാക്കി തരടോ, ശരിയാക്കി സാർ ഞാൻ ശരിയാക്കി തരാം. അയാൾ കൊണ്ടുപോയിട്ട് കൊടുങ്ങല്ലൂർ ഏതോ ഒരു ബസ് ഒരു ടേണിങ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇറങ്ങിക്കോളൂ. ആ കാണുന്നത് കോളേജിലെ മാഷന്മാർ താമസിക്കുന്ന ലോഡ്ജ്. അവിടെ ചെന്നാൽ മാഷകം മറ്റൊക്കെ പിടികിട്ടും, അല്ല നിങ്ങൾക്ക് അതിന് മറ്റൊക്കെ പിടികിട്ടും, ഇവിടെ ഇറങ്ങിക്കൊള്ളുമോ. ഞാൻ ആ വളവിലിറങ്ങി. ഏത് വളവിലെന്ന് ഇപ്പോൾ എനിക്കൊരു തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. അവിടെ ഇറങ്ങി ഞാൻ ഈ ലോഡ്ജിൽ കയറി ചെന്നു. ലോഡ്ജിൽ കയറി ചെന്നിട്ട് ഞാൻ ഇന്നാളാണ്. അവർക്കൊക്കെ അറിയാം. അവർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ ഡ്രാക്കുള അറിയാണ്ടവൻ. മാത്രമല്ല ഇതൊരു മണ്ടത്തര ഞാൻ ചെയ്തിരുന്നു പറയുന്നത്. എത്രമാത്രം മണ്ടനാണ് ഞാൻ അറിയാമോ. പെട്ടി ഇടയ്ക്കൊക്കെ എടുത്താൽ ഞാൻ ചെല്ലുന്നത് കോളേജ് ക്ലാസ്സിൽ പോകാൻ തയ്യാറായിട്ട്. ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ ഒരു ട്രങ്ക് ബേക്കാണ്. ഇതിനെക്കുറിച്ച് പിടിക്കാവുന്ന ഒരു 1.5 അടി നീളമുള്ള ട്രങ്ക്. പിന്നെ ഒരു മടക്കുന്ന ഒരു ഇതാണ് എൻ്റെ മുതൽ. അതുകൊണ്ടാണ് ഞാൻ ബസ്സിന് പോയിട്ട് അവിടെ ഇറങ്ങുന്നത്. ഇതൊക്കെ ലോഡ്ജിൽ വെച്ചിട്ട് അവർ പറഞ്ഞു, അമ്പലത്തിൻ്റെ തൊട്ട് തെക്കേ ഭാഗത്ത്, അമ്പലത്തിൻ്റെ മതിലിന് പുറത്തൊരു റോഡുണ്ട്. ആ റോഡിൻ്റെ തൊട്ട് തെക്കേ ഭാഗത്താണ് സെക്രട്ടറി താമസിക്കുന്നത്. ഒരു വിഷമമില്ലാണ്ട് കണ്ടുപിടിക്കാം. ശരി, ഞാൻ നേരെ അന്വേഷിച്ച് ചെന്ന് അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. സെക്രട്ടറിയെ കണ്ടു. സെക്രട്ടറിയെ പോയി അവിടെ എന്താ താമസം പറഞ്ഞ് എന്നോട് പ്രസിഡൻ്റ് അയാൾ പറഞ്ഞിട്ടുണ്ട്, പ്രസിഡൻ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇരിക്കും ഇന്നു ഇരിക്കും ഞാൻ ഇപ്പം തരാം. അയാൾ പേപ്പർ വായിക്കും മറ്റേ ചെയ്യാം. അവിടെ നിന്ന് നീട്ടിട്ട് അയാൾ അപ്പുറത്തെ ഒരു മേശയുണ്ട്. മേശയുടെ നമ്മൾ ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് റൈറ്ററിനോട് ഞാൻ അടിക്കാൻ തുടങ്ങി. അപ്പോയിൻമെൻറ്റിനോട് ടൈപ്പ് ചെയ്യുക പറഞ്ഞ കുട്ടികൾക്ക് വിശ്വാസം. അപ്പോയിൻമെൻറ്റിനോട് ടൈപ്പ് ചെയ്യുക. ഇത് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പകുതി എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ അങ്ങനെ നിർത്തി. ട്യൂഷൻ നാളെ ജൂൺ 1 വെള്ളിയാഴ്ച, ശനി ഞായർ 2, 3, 4 വെക്കാം നമുക്ക് അല്ലേ. അപ്പോൾ അയാൾ കോളേജിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം സുഷ്മാന്തി ഉണ്ടായിട്ട് 4 ദിവസം ശമ്പളമാണ്. 1, 2, 3, 4 ദിവസ ശമ്പളം. 1, 2, 3 ദിവസം ശമ്പളം. തിങ്കളാഴ്ച ജോയിൻ ചെയ്തോളൂ. തന്നെ എനിക്കെൻ്റെ മനസ്സിൽ സങ്കടമായി. കാരണം ഞാൻ 3-ാം തീയതി ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ വാങ്ങിയിട്ട് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അതിൽ ചരട്ടെ നിനക്ക് വാങ്ങി ഓർഡർ കയ്യിൽ വാങ്ങി യൂറോപ്പായിട്ട് എന്നിട്ട് അതിന് എഴുതിയിരിക്കുന്ന പ്രശ്നം യൂറോപ്പായിട്ട് ആസ് ജൂനിയർ ലെക്ചറർ ഓൺ സെക്കൻഡ് സെപ്റ്റംബർ. അന്ന് അസിസ്റ്റന്റ് പ്രൊഫസറൊന്നും എല്ലാ കോളേജിലേക്ക് ചെല്ലുന്നപ്പോൾ കോളേജിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. അന്ന് ജൂനിയർ ലെക്ചറർ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ലെക്ചറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരുന്നു. എന്നോട് രാമകൃഷ്ണൻ എന്നാ പറഞ്ഞ ഒരാൾ വരും, അയാളെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലം ഇത് അത് വാങ്ങി പോക്കറ്റിലിടാമല്ലോ. ഞാനത് വാങ്ങി പോക്കറ്റിലിട്ടു. പിന്നെ 2-3 ദിവസം ഉണ്ടല്ലോ, 2-3 ദിവസം കിട്ടുന്നു. ശരി, ഞാൻ 2 ദിവസം കിട്ടും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. പുറത്തിറങ്ങിയിട്ട് ലോഡ്ജിൽ വന്നിട്ട് ഇവരോട് പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഓർഡർ കിട്ടിയത്, ഞാൻ ഞായറാഴ്ച വൈകുന്നേരം വരാം. അവിടുന്ന് പുറത്തിറങ്ങി ഇതിപ്പോൾ എവിടേക്കാണ് പോവുക, എന്താ ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത ബസ് വന്നപ്പോൾ ആ ബസ് കൈ കാണിച്ച് കയറിയിരുന്നു. എവിടേക്കാ കണ്ടക്ടർ, എവിടേക്കാ നിങ്ങൾക്ക് എവിടേക്കാ പോകണ്ടെന്നാണ് ചോദിച്ചത്. ഈ ബസ് എവിടേക്കാ പോകുന്നത്? ഇത് ആലുവയ്ക്കാണ്. എന്നാൽ ആലുവയ്ക്ക് ടിക്കറ്റ് വന്നോളൂ. ആലുവയ്ക്ക് ടിക്കറ്റ് വന്നു. അപ്പം എനിക്ക് കുറച്ച് സമയം കിട്ടി എന്താ വേണ്ടതെന്ന് ആലോചിക്കാൻ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർത്തത് പീറ്റർ മാഷ്, കെ സി പീറ്റർ അത്തനേശ്വർ കോളേജിൽ MA കോളേജിൽ ഇക്കണോമിക്സിൻ്റെ പ്രൊഫസർ. മാഷ് എന്നെ
ഞാൻ MA പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു സെമിനാറിനെ കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു പേപ്പർ അവതരിപ്പിക്കും. സെമിനാറിലൊക്കെ ഞാൻ പങ്കെടുത്ത് മറ്റുള്ള ആൾക്കാരുടെ കൂടെ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി മാഷ് എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി കുട്ടികളുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തിയത് മഹാരാജാസ് കോളേജിൽ MA പഠിക്കുന്ന വിദ്യാർത്ഥി എന്നൊന്നും പറഞ്ഞിട്ടല്ല. മാതൃഭൂമിയിൽ എഴുതുന്നു, ഡാക്ടർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കവിത ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അത് ചെയ്യില്ല, കവിതകൾ എഴുതുന്നു, അത് എഴുതുന്നു, ഇത് എഴുതുന്നു, അങ്ങനെ വലിയ ഒരുപാട് കിരീടങ്ങൾ വെച്ചതെന്നാണ് എന്നെ കുട്ടികളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ആ സെമിനാർ കഴിഞ്ഞ് പോരുന്ന സമയത്ത് ടീച്ചർ മാഷ് ഒരു വാക്ക് പറഞ്ഞിരുന്നു. മാഷൻ എന്താ ചെയ്യാൻ പോകണം MA കഴിഞ്ഞാൽ? എവിടെയെങ്കിലും കയറി പറ്റണം, ഒന്നും നോക്കണ്ട, താൻ ഇങ്ങോട്ട് വന്നോളൂ, അവിടെ നമുക്ക് നോക്കാം. ഞാനത് എൻ്റെ മനസ്സിൽ അണ്ടർലൈൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. കാരണം ആരാർ മാഷയുടെ അനുഗ്രഹം തലയിലിട്ടല്ലോ. അപ്പോൾ ഞാനത് മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അത് ഇങ്ങനെ പാളി വന്ന സമയത്ത് ബസ്സിലിരിക്കുമ്പോഴാണ് ഞാനത് ടീച്ചർ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ ആലുവ വന്നിട്ട് നേരെ കോതമംഗലത്തേക്ക് ബസ് പിടിച്ചു. കോതമംഗലത്തേക്ക് എത്തിയപ്പോഴേക്ക് നേരെ രാത്രി 8 മണി. ടീച്ചർ മാഷ് വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെന്ന വിവരം ഞാൻ നിർത്താറായ പറയണം കേട്ടോ. കോളേജിലേക്ക് വരണം. കോളേജിലേക്ക് വന്നിട്ട് ഞാൻ നിർത്താൻ പോവായിരുന്നു. അവരെനിക്ക് പോകുന്നില്ല. മാഷ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ. രവീന്ദ്ര മാഷ് ഇങ്ങനെ പറയാ. അതാ സൂചിപ്പിച്ചത് രവീന്ദ്ര മാഷയുടെ സമയം ഞാൻ എടുക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിൽ മാഷ് കുറച്ച് പറഞ്ഞിട്ട് ശേഷം അവിടേക്ക് വരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, എവിടെ തുടങ്ങണമെന്നോ എവിടെ അവസാനിപ്പിക്കണമെന്നോ അവസാനിപ്പിക്കാത്ത സാധനമാണോ. അതുകൊണ്ട് ഇവിടെ നിന്ന് നിർത്താൻ ഒരു വിഷമല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താം. പുഷ്പപ്പെടാവുന്ന വരിയാക്കാൻ കൂടി ആവട്ടെ. എവിടെ പറഞ്ഞു നിർത്തുന്നത്? കോതമംഗലം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. കോതമംഗലത്ത് പീറ്റർമാഷ വീട്ടിൽ പോയി. തൊട്ട അയൽവാസി പീറ്റർമാഷ വീട്ടിൻ്റെ തൊട്ട വീടായിരുന്നു മറ്റേ കരകമാഷ താമസിച്ചിരുന്നത്. ഇംഗ്ലീഷ് പ്രൊഫസർ. അപ്പം തന്നെ കരകമാഷ വീട്ടിൽ പോയി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നാളെ കാലത്ത് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, നാളെ കാലത്ത് ശരിപ്പെടുത്താൻ തോന്നുന്നു. പിറ്റേന്ന് കാലത്ത് 9:30 മണിയാകുമ്പോഴേക്ക് ഞാനും എന്നെ കോളേജിൽ 2 പ്രൊഫസർമാരാണ് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. അത് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രിൻസിപ്പലിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങളവിടെ നിങ്ങൾക്ക് കാര്യം ഞങ്ങൾ പോയിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച് വരാം. ആവശ്യപ്പെട്ട് ഇരിക്കും. ഒരു സ്റ്റാഫ് റൂമിൽ എന്നെ എത്തി. ടീച്ചർ മാഷും കരക മാഷും കൂടിയിട്ട് പ്രിൻസിപ്പലായിട്ട് പോയിട്ട് 10-15 മിനിറ്റ് എടുത്തിരിക്കുന്നു. തിരിച്ചു വന്നു. ശരി, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, മാഷൊന്ന് പോയി കണ്ടേക്കും. ശരി, ഞാൻ കണ്ട് സ്റ്റാഫ് റൂമിൽ പുറത്തിറങ്ങിയപ്പോൾ ടീച്ചർ മാഷൊപ്പം വന്നു. മാഷൊരു കാര്യമുണ്ട്. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോണ സമയത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് രാമകൃഷ്ണൻ പാലായിലേക്ക് പോവുകയായിരുന്നു. പാലാ കോളേജിൽ ഒരു വേക്കൻസി എന്തെങ്കിലും രാമകൃഷ്ണൻ അത് ലക്ഷ്യം വെച്ച് പോവുകയാണ് പാലയിലേക്ക്. ഇന്നലെ വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പിടിച്ചു നിർത്തിയതാണ്. ഇപ്പോൾ പിടിച്ചു നിർത്തിയ രാമകൃഷ്ണൻ നമുക്ക് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചു പ്രിൻസിപ്പൽ എന്നുണ്ടെങ്കിൽ അബദ്ധം പറയരുത്. അതിനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞറിഞ്ഞില്ലെങ്കിൽ ഞാൻ കുടുംബമായിരുന്നു. ചെന്നു പ്രിൻസിപ്പലിനോടും ചെന്നു മോണം പറഞ്ഞിരുന്നു, ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് പ്രിൻസിപ്പലിൻ്റെ ആദ്യത്തെ ചോദ്യം എന്താ പറയുന്നത്? മിസ്റ്റർ രാമകൃഷ്ണൻ, വൈ ഡു യു വാണ്ട് ടു ഗോ ടു പാലായി? വൈ ഡു യു വാണ്ട് ടു ഗോ ടു പാലായി എന്ന് ടീച്ചർ മാഷയുടെ മുമ്പിൽ നമസ്കരിച്ചു.
want a position somewhere. That means you are seeking a position somewhere, no? You are not very particular about any particular place. Position out there. Suppose I give you a position here, are you prepared to stay with us? Gladly, sir. Then you will tell me, you go and wait for some 5 minutes in the staff room. I will meet a staff room. Talk പോയിരുന്നു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് 5 മിനിറ്റ് അവിടെ ഇരുന്നപ്പോഴേക്കും പ്രിൻസിപ്പൽ ആദ്യം വിളിക്കുന്നു പറഞ്ഞു കുട്ടികൾ വന്ന് പറഞ്ഞു പ്രിൻസിപ്പലിൻ്റെ ചെന്ന സമയത്ത് അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ തരുന്നു. അപ്പോയിൻമെൻറ്റ് ഓർഡർ മറ്റേ പ്രൊഫഷൻ ഉണ്ട്, അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ തരുന്നു. അതിൻ്റെ വ്യത്യാസം എന്താ അറിയാമോ? ഫ്രം 1st July ഓൺവേർഡ്സ് അന്ന് മുതൽക്ക് ഫ്രം 1st July വെള്ളിയാഴ്ച അന്ന് മുതൽക്ക് യുവർ അപ്പോയിൻമെൻറ്റ് ആസ് ലെക്ചറർ എന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് ഓർഡർ. അതിനകത്ത് ആ ഓർഡറിൻ്റെ അടുത്ത് എഴുതുന്നുണ്ട്. അത് പ്രത്യേകത എന്താ അറിയാമോ? വേറൊരു വിശേഷം എന്താ അറിയാമോ? ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, അതിൻ്റെ അഡ്രസ്സും അറിയില്ല പ്രിൻസിപ്പലിന്. അതിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്താ അറിയാമോ? പ്രൊഫസർ KV രാമകൃഷ്ണൻ MA, ശ്രീ KV രാമകൃഷ്ണൻ MA, കെയർ ഓഫ് NV കൃഷ്ണവാര്യർ, മാതൃഭൂമി, കോഴിക്കോട്. ഇതിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫോണിലുണ്ട്. ഞാനത് ഈ എഴുതി വരുന്ന സമയത്ത് അത് എല്ലാം കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാണ് എന്നോട് മറ്റേ അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ ഓർഡർ വാങ്ങി എന്നിട്ട് പറഞ്ഞത്, രാമകൃഷ്ണൻ കാര്യം ടുഡേ ഈസ് ഫസ്റ്റ് ഫ്രൈഡേ, താഴെ പോയിട്ട് സ്റ്റാഫ് റൂമിൽ രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിൽ രാമകൃഷ്ണൻ്റെ പേരുണ്ടാവും. പോയിട്ട് സൈൻ ചെയ്തോളാം. സൈൻ ചെയ്തിട്ട് വീട്ടിൽ പോയിക്കൊണ്ട് നേരെ ഗെറ്റ് റെഡി ഫോർ കമ്മിങ് ബാക്ക്. അപ്പോൾ സൺഡേ ഈവനിങ് തിരിച്ചു വന്നു, സൺഡേ വൈകുന്നേരം തിരിച്ചു വന്നോളൂ, മൺഡേ കാലത്ത് ക്ലാസ്സിൽ പോകണം. ശരി സാർ നിങ്ങൾ ഇറങ്ങി പോകുന്നില്ലേ? ഞാൻ തിരിച്ചു വന്നത് പീറ്റർ മാഷോട് ഇവരോടൊക്കെ പറഞ്ഞ് പീറ്റർ മാഷ് അപ്പോഴേക്ക് എനിക്ക് ലാഡ്സും കൂടി ഇറങ്ങി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 1-ാം തീയതി ജോയിൻ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഡേ എനിക്ക് വീട്ടിൽ പോകാൻ തന്നിട്ടുള്ള പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ അന്ന് ഇറങ്ങി പോകുന്നത്. കഴിഞ്ഞ് തിരിച്ചു വന്ന് കോതമംഗലത്ത് ഒരു കൊല്ലം ഞാൻ ഇവിടെ നിർത്തും. ചികിത്സ കൂടെ ഇദ്ദേഹം കഴിഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ഇതൊരു ചായയും കൂടി കുടിക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഇനി വസന്തൻ കൂടെ ഇല്ലല്ലോ, ഞാൻ വസന്തൻ്റെ കൂടെ 1 മാസം മറക്കി ചെയ്തിട്ടുണ്ട്. ഇനി അധികം ദീർഘിപ്പിക്കാതിരിക്കുന്നതല്ലേ ഔചിത്യം എന്ന് പറയുന്നത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പ്രവർത്തകരും ഈ വിഷയത്തെ അങ്ങനെ എന്താ പറയുക നാഷണൽ ഹൈവേയിലേക്ക് എടുത്തു. നാഷണൽ ഹൈവേയിലൂടെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ എൻ്റെ പാടത്തൊക്കെ ആരംഭത്തിലൂടെയാണ് കൊണ്ടുവന്നത്, കൊണ്ട് നടക്കാൻ ശ്രമിച്ചത്. ഇപ്പം എനിക്ക് എൻ്റെ കാലിനടിയിൽ പാടാരമ്പിൻ്റെ ചൂടിപ്പോഴും ബാക്കി ഉള്ളതുകൊണ്ട് ആദ്യം വരുന്നത് അതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റതൊക്കെ വരുന്നുള്ളൂ എന്നതായിരിക്കാൻ എൻ്റെ പരിമിതി. അത് ഞാൻ തുറന്ന് സമ്മതിക്കാൻ ഒരു വിഷമമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. മാത്രമല്ല ഈ ഒരു ഞാൻ സംസാരിച്ചു വന്നത് എൻ്റെ ചുടുകാലടികളാണ്. അത് ഒരു തവണ 2 തവണ പറഞ്ഞ് എവിടെ കാണിച്ചാലും കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എവിടെയെങ്കിലും അവസാനിക്കുന്നതുമല്ല. ഞാനിത് ഈ രീതിയിൽ തുടരുന്ന കോതമംഗലം കോളേജിൽ നിങ്ങൾ തുടരുന്നില്ല എന്നർത്ഥം. കോതമംഗലത്തെ കോളേജിൽ ഒരു വലിയ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ട ഓർഡർ
NV-ക്കാണ് പോയത്. ഇവിടെ കെയർ ഓഫ് NV ആണ്. ആ കോളേജിൽ നിന്നാണ് പഠിച്ചത്. ആ കോളേജിൽ നിന്ന് ആർട്സ് കോളേജിൽ നിന്ന് പിരിച്ചു വിട്ടു. പിരിച്ചു വിട്ടിട്ട് പിരിച്ചു വിട്ട ഓർഡർ NV-യുടെ പേരിൽ നിന്ന് രാമകൃഷ്ണൻ ഇവിടെ ഒരു കടലാസ് വന്നിട്ടുണ്ട്, ഒന്ന് നോക്കൂ പറഞ്ഞത് ഒരു NV ഓഫീസിൽ നിന്ന് വിളിച്ചു, മാതൃകയിൽ നിന്ന് വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ എടുത്ത് കൈ തന്നു. പിന്നെ കോളേജിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ള ഓർഡറാണ്. പക്ഷെ അതിൻ്റെ ഒരു സ്ലിപ്പ് അതിൻ്റെ മുകളിൽ കുത്തി വെച്ചിട്ടുണ്ട് പ്രിൻസിപ്പല്. ഈ ഓർഡർ കിട്ടിയാൽ ഉടനെ എന്നെ വന്ന് കാണണം. പ്രിൻസിപ്പൽ എഴുതിയിട്ട് പ്രിൻസിപ്പൽ ഒപ്പിട്ടു. എനിക്ക് പ്രിൻസിപ്പലാണ് ചെന്നു. ചെന്നപ്പോൾ വളരെ ഫോർമലായിട്ട് സംസാരിച്ചു. രാമകൃഷ്ണൻ ഒരു കാര്യമുണ്ട്, ഐ വോണ്ട് യു ഇൻ മൈ കോളേജ്. രാമകൃഷ്ണൻ ഇവിടെ വേണം. അഭിനന്ദിച്ചത് ഇത് എന്തൊക്കെ ഇതിനെന്താ അർത്ഥം? അത് ഞാൻ ഹെൽപ്ലെസ്സാണ് രാമകൃഷ്ണൻ. കാരണം എന്താ അറിയണോ, കഴിഞ്ഞ കൊല്ലം ഞാൻ ജോയിൻ ചെയ്ത കൊല്ലം, ആ കൊല്ലം അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള 16 പുതിയ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് 16 പേരെയും പിരിച്ചു വിട്ടിരിക്കണം. എല്ലാവരും പിരിച്ചു. ആ കൊല്ലം അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും പിരിച്ചു വിട്ടിരിക്കണം. അതിൽ ഏതോ ഒരാളെ അവർക്ക് നിലനിർത്താൻ വയ്യ തോന്നിയപ്പോൾ ഒരു കാരണം വേണ്ടേ. അപ്പോൾ ആ ഒരു കൊല്ലം അപ്പോയിൻറ്റ് ചെയ്ത് എല്ലാവരും പിരിച്ചു, 16 പേരെയും പിരിച്ചു. പക്ഷെ അതിൽ 16 ഞാനും പെട്ടല്ലോ. അതുകൊണ്ട് പെട്ടതാണ്. എനിക്ക് ഐ വോണ്ട് യു ബാക്ക് ഇൻ മൈ കോളേജ്. ഒരാവശ്യം ജോയിൻ ചെയ്യണം. ഞാൻ ഇത് ധിക്കാരമാണെന്ന് പറഞ്ഞതെന്ന് അറിയാം. ഒരു നിരാധാരമായിട്ട് റോഡിൽ നടക്കുന്ന ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലേറ്റ് ബിഗിനർ. എനിക്ക് ഈ ഒരു കൊല്ലം വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിൽ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരു കൊല്ലം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ പിന്നെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല. ഒരു തിരിച്ചു വിട്ടുള്ള ഒരാൾക്ക് ഒരു കൊല്ലത്തെ സർവീസ് തിരിച്ചു കൊടുക്കാൻ പറ്റും. കണ്ടിന്യൂസ് സർവീസ് ആകുമ്പോൾ നിവൃത്തിയില്ല, നിയമം അനുവദിക്കുന്നില്ല, ചേരാൻ എൻ്റെ മനസ്സും അനുവദിക്കുന്നില്ല, ഞാൻ ഇവിടെ ചെയ്യില്ല. ഇവന്ന് അതിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഒഴിഞ്ഞ പാതയിലേക്ക്, എവിടേക്കാണ് ഒന്നും അറിയാത്ത പാതയിലേക്ക്. പിന്നെ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അവിടെ ചെല്ലുന്ന സമയത്ത് രണ്ട് നിയമന ഉത്തരവുണ്ടായിരുന്നു. ഒരു ഉത്തരവില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടന്നിട്ടാണ് പിന്നീട് ശ്രീശങ്കര കോളേജിൽ വസന്തൻ്റെ വിശദീകരിച്ച് ഹോസ്റ്റൻ അറിയാൻ പറ്റും. വസന്തൻ്റെ കോളേജിൽ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യുന്നതും അവിടെ നിന്ന് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജോയിൻ ചെയ്തു. ഇറങ്ങിപ്പോകാൻ കാരണം യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ ലെക്ചറർ ഇൻ ദ കോളേജ് ഫോർ 6 months എന്നായിരുന്നു ശ്രീശങ്കര കോളേജിലെ അപ്പോയിൻമെൻറ്റ് ഓർഡർ. 6 months. 6 മാസം കഴിഞ്ഞ് ഞാൻ തെരുവിലിറങ്ങണ്ടേ. 6 മാസം കഴിഞ്ഞ് എങ്ങനെയായാലും തെരുവിലിറങ്ങണം. നേരത്തെ തന്നെ ഇറങ്ങല്ലേ നിഭേദം വിചാരിച്ച് ഞാൻ ഇറങ്ങി പോന്നു. നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങി പോന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ചെന്ന് പെടുകയും ചെയ്തു. അവിടെ നിന്നാണ് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ട് മാതൃഭൂമിയിൽ ടീച്ചറുടെ ചാർജ് എടുക്കാമെന്ന് ചോദിച്ച സമയത്ത് കോളേജ് അധ്യാപനത്തോട് യാത്ര ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ആണ്. സാമാന്യത്തിൽ കൂടുതൽ എല്ലാവരെയും ബോറടിച്ചെന്ന് എനിക്കറിയാം. ഞാനിവിടെ കോളേജിൽ എത്ര വർഷം സർവീസ് ഉണ്ടായി? കൃഷ്ണ കോളേജിൽ 20 വർഷം. 20 വർഷം വർക്ക് ചെയ്തപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നത് 67-ലാണ്. 66, 67
കൊതമാലത്ത് 67 മിഡിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. 1988 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ആന്ധ്രാപ്രദേശിൽ. ചോദിക്കാൻ ഒരു അവസരം കൊടുക്കട്ടെ, പലർക്ക് ചോദിക്കാൻ ഇത് വേണമെങ്കിൽ പക്ഷെ ഇരിക്കാമല്ലോ അവിടെ എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ട്, മറുപടി ഉണ്ടാവും. മറുപടി ഇല്ലെങ്കിൽ ചോദ്യം ഉണ്ടല്ലോ.